സംഘടിപ്പിച്ചിരിക്കുന്ന സ്ട്രെസ്, ഹെൽത്ത് ആൻഡ് റെസിലിയൻസ് എന്ന ഈ വെബിനാറിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാർ പ്രഭാഷണത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ പ്രീത അന്ന അബ്രഹാം, അതുപോലെ IQACയുടെ കോർഡിനേറ്റർ മനോജ് സാർ, സുവോളജി വിഭാഗം അധ്യക്ഷ സുലേഖ ടീച്ചർ, ലൈജു സാർ, മറ്റ് സഹാധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മറ്റ് പൊതുജനങ്ങളെ, 42ഓളം പ്രഭാഷണങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു വേളയാണിത്. അഗോറയുടെ പേരിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഉറുമ്പ് മുതൽ സമുദ്രം വരെയുള്ള നിരവധി വൈജ്ഞാനികമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് ഒരു 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ സ്ട്രെസ്, ഹെൽത്ത്, റിസൈലിയൻസ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു വെബിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും, ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്നും, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വെബിനാറിന് ഞങ്ങൾ തയ്യാറായത്. അതിന് ഏറ്റവും പ്രഗത്ഭയായ ഒരാളെ തന്നെയാണ് നമുക്കതിനു വേണ്ടി കിട്ടിയിട്ടുള്ളത്, ഡോക്ടർ പ്രീത അന്ന അബ്രഹാം. മാഡത്തെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കാം എന്ന് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഈ സ്ട്രെസ്, ഹെൽത്ത്, റിസൈലിയൻസ് എന്ന് പറയുന്ന വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ കുഴക്കിയത്. അതിന് തത്തുല്യമായ ഒരു മലയാള പദം ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പദം ഇല്ല എന്നുള്ളതാണ്. പറയാം, നമുക്ക് ഉന്മേഷമെന്നോ പ്രതിരോധമെന്നോ ഒക്കെയുള്ള പദം പറയാമെങ്കിലും ആ ചില പദങ്ങൾക്ക് തത്തുല്യമായ മലയാള പദങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് മാഡത്തിന്റെ പ്രഭാഷണത്തിലൂടെ നമുക്കത് ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഡിജിറ്റൽ ക്ലാസ്സുകൾ കുട്ടികളിൽ സൃഷ്ടിക്കുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നിരവധിയാണ്. പൊതുവെ ലോക്ക്ഡൌണിനെ തുടർന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഭരണകൂടവും രാഷ്ട്രീയ വർഗവും ഒരുപോലെ അവഗണിച്ച ഒന്നാണ് പൗരന്മാരുടെ മാനസികാരോഗ്യം. ഓൺലൈൻ പഠനത്തെ മാത്രം ആശ്രയിക്കുന്നതിലൂടെ കുട്ടികളിൽ മാനസിക സംഘർഷവും പിരിമുറുക്കവും വർദ്ധിക്കുകയാണ്. സമപ്രായക്കാരുമായി ഇടപെടാനുള്ള സാധ്യതകൾ കുറയുന്നു. അവരുടെ ആശങ്കകളും ആകുലതകളും പങ്കുവയ്ക്കാൻ കഴിയാതെ വരുന്നു. ഇത്തരം കാരണങ്ങളാൽ കൗമാരക്കാരായ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ സമൂഹത്തിൽ കൂടി വരികയാണ്. ഇത് ഗൗരവതരമായി കാണേണ്ടതാണ്. ക്ലാസ് മുറികളിലെ അന്തരീക്ഷം എല്ലാ വിദ്യാർത്ഥികൾക്കും വീടുകളിൽ ലഭ്യമാക്കാൻ സാധ്യത കുറവാണ്. ഡിപ്രഷൻ വരുന്നതും സങ്കടം വരുന്നതും തെറ്റാണ് എന്ന ധാരണയാണ് നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ഉള്ളത്. ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന തോൽവികളെയും സംഘർഷങ്ങളെയും ആസ്വദിക്കാൻ കൂടി നമുക്ക് കഴിയണം. വിദ്യാഭ്യാസം മാർക്ക് വാരിക്കൂട്ടുന്നതിന് മാത്രമുള്ളതല്ല. ഒരു മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തനാക്കുന്ന ഒന്നുകൂടിയാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദങ്ങളും രോഗഭീതിയും വീട്ടിനകത്തെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന വസ്തുതകളാണ്. വീട്ടിലുള്ള ഓരോ അംഗങ്ങളും അവരവരുടെ സ്ക്രീൻ സ്വകാര്യതയിലാണ് ഈ കോവിഡ് കാലം ചെലവഴിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും പരിഹാസ്യനാണ് താൻ എന്ന തോന്നലാകാം ചിലരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു സ്വപ്നം കൊണ്ട് പോലും
ചിലപ്പോൾ നമുക്ക് കഴിയും. ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ മനുഷ്യർക്ക് സൗന്ദര്യമുള്ളവരും ആഹ്ലാദവാന്മാരുമാകാൻ കഴിയുമെന്ന് ഡോസ്റ്റോവ്സ്കിയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. ഹൃദയം പോലെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് മസ്തിഷ്കം. മനസ്സും ശരീരവും ഉന്മേഷഭരിതമാകാനും മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കാനും ഏറ്റവും ആവശ്യം വേണ്ട ഒന്നാണ് ഉറക്കം. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. ഈ ഓൺലൈൻ പഠനകാലത്ത് അവരുടെ മാനസിക സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സിൽ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകം ഉറക്കമില്ലായ്മയാണ്. ഒരു വ്യക്തിയുടെ ഏകാഗ്രത, മാനസികാവസ്ഥ, മുൻകോപം, മുഖഭാവം, രോഗപ്രതിരോധ ശേഷി, ഊർജം, ദീർഘായുസ്, ശരീരഭാരം, ഓർമ്മ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നതിന് ഉറക്കം സഹായിക്കും. ഭക്ഷണം, ജലം എന്നിവ പോലെ ഉറക്കവും പ്രാഥമിക ആവശ്യമാണെന്ന തിരിച്ചറിവ് നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാകണം. ഇത് മാത്രമല്ല, ഞാൻ ചുരുക്കുകയാണ്, മാനസികമായ എന്ത് പിരിമുറുക്കം നിങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം ചോദ്യരൂപേണ ഈ വെബിനാറിന്റെ അവസാനം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഏത് പ്രശ്നത്തിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നതേയുള്ളൂ. സംവാദം ആണ് ഇത്തരം വെബിനാറുകളെ അർത്ഥവത്താക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വെബിനാറിൽ പങ്കെടുക്കാൻ സന്മനസ് കാണിച്ച ഡോക്ടർ പ്രീത അന്ന അബ്രഹാമിന് കൊല്ലം ശ്രീനാരായണ കോളേജിന് വേണ്ടിയുള്ള സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you. Thank you, sir. Now I invite Dr. S. Laiju, Head, Department of Psychology and Coordinator, Counseling Cell, to introduce our resource person. Good evening to all. Respected Principal, Dr. R. Sunil Kumar, resource person of the webinar, Dr. Preeta Anna Abraham, and dear participants. It's my pleasure to introduce our resource person, Dr. Preeta Anna Abraham, faculty member of Higher Education University Systems, USA. Dr. Preeta has a master's degree with second rank in applied psychology from University of Kerala and a doctoral degree in organizational leadership from Hood College, USA. She has more than 15 years of experience in basic science, wearable technology, brain health, psychosocial, spiritual, and community-based participatory research. Specifically, her work involves understanding how life stressors affect physiological, psychological, social, and behavioral aspects of health and well-being. She is proficient with scientific review, research administration, and project management. She has several peer-reviewed publications in her area of research. She has received Superior Performance Award in 2019 in support of Defense Advanced Research Projects Agency and Consortium of Health and Military Performance. In addition, she is a recipient of Organizational Mentor Certificate Award 2019. She is presently holding the position as Director of Research and Scholarship, Department of Military and Emergency Medicine, Consortium for Health and Military Performance, Uniformed Services, University of Health Sciences, USA. Today, she is going to talk on stress, health, and resilience. Once again, I welcome Dr. Preeta Anna Abraham to this webinar. Thank you. Thank you, sir. Now let me invite our resource person, Dr. Preeta Abraham, to deliver her presentation. Over to you, madam. Thank you. Can you hear me? Yes, madam. Okay. Thank you, Dr. Laiju and Dr. Suleika, ma'am, for the introductions and for the wonderful prayer, Parvati. It has been a very long time since we have heard such beautiful prayers. So I really appreciate the college continuing with the practices of prayer, which is one of the most important aspects of life. So I really enjoyed that, Parvati. Thank you so much for that wonderful song. Okay, I'm going to share my screen right now. So give me a minute.
do I have the screen sharing rights? Because I don't see. It's already open. Give me a minute. In the lower panel, the green button, share screen option. Yeah, I see that, but I'm trying to, yeah, I got it. Thank you. Can you all see my screen? Yes, now it's okay. Okay. Screen, please. Okay. So I'm going to put it on full screen and we'll get started right away. Okay. Now I can see only my screen. So if anybody has a question, ഏതെങ്കിലും രീതിയിൽ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ interrupt ചെയ്ത് stop ചെയ്യാം in the presentation. കാരണം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ല, എനിക്ക് ഒരു ഒറ്റ സ്ക്രീനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ, ഞാൻ നിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഇന്ററപ്റ്റ് ചെയ്തു. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിലും you can interrupt me. Okay. So we're going to get started. As the panel has introduced, my name is Dr. Preeta Anna Abraham. I work in US. I have been a research, part of my research work in stress and health for almost 15 years now, and it's one of my passionate fields. And one of the things in this is that you have to know yourself first. Ada, and the end of the theme, I whole talk and then നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് ഒരു വാല്യൂ ഈ ടോക്കിന് കിട്ടുവാണെങ്കിൽ the least നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് പറഞ്ഞാൽ, do you know yourself? അതൊരു വലിയൊരു ചോദ്യം. കാരണം അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നും നമുക്ക് നേടാൻ പോകാൻ പറ്റുന്നില്ല. സോ ആദ്യം അറിയേണ്ടത് നമ്മളെ പറ്റിയ. ഓക്കെ, സോ we'll get started. എല്ലാവരുടെയും ഒരു കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് സെൽഫായിട്ട് വരുന്ന ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ തന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു പേപ്പറോ പെന്നോ ഒന്ന് ഗ്യാദർ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. So go out gather ചെയ്ത് ഒരു പേപ്പറും പെന്നും എടുക്കാം. All right. In the presentation, whatever is presented today is my own opinion, and it does not engage with any of the institutions or affiliations that I have. And any kind of digital recording and reproduction of the material requires my permission too. All right. So at the end of today's talk, what are you going to get? First, what is stress and how it affects our body and mind? What is resiliency and growth set? And how do you manage stress? So what I have put together is both from the faculty point as well as the student perspectives too. Because ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഗനൈസേഷൻസും ഉണ്ട്, സ്റ്റുഡൻറ് ബോഡി ഉണ്ട്, ഫാക്കൽറ്റി ഉണ്ട്. ഇത് രണ്ടും നല്ല രീതിയിൽ ഒരു ഹെൽത്തി രീതിയിൽ ഫങ്ഷൻ ചെയ്തെങ്കിലേ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഐ ഹാവ് പുട്ട് ടുഗദർ സം സ്ട്രെസ് മാനേജ്മെന്റ് ഫ്രം ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദ ടോക്ക്. വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ it is the pressure or demand placed on an organism to adjust or adapt. അതായത് ഒരു എക്സ്റ്റേണൽ ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ബോഡി അതൊരു ഒരു സ്ട്രെസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. സ്ട്രെസ് ഇസ് ഓൺലി ഹൗ യു പെർസീവ് ഇറ്റ്. നമ്മുടെ പെർസെപ്ഷനും നമ്മുടെ കേപ്പബിലിറ്റിയും on how to deal with it is what makes it a successful stress or a negative stress, so positive and negative. So sources of stress. ഒരു മിനിറ്റ് നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് what are some of the positive stresses that occurs in your life? രണ്ടെണ്ണം എഴുതി വെക്കുക. And what is some of the negative stress that can happen in your life? രണ്ടെണ്ണം എഴുതി വെക്കുക. So let's give 30 seconds there. Write 2 stresses or sources of stress that are positive and 2 that are negative. Okay, എഴുതിയോ? All right. Hold on. The screen stuck, guy. Hold on. Give me a minute. All right. Share screen. Let me see. ഇത് full screen ആണ്.
ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് പക്ഷെ എന്റെ ആനിമേഷൻസ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നോക്കട്ടെ. ഇപ്പൊ കാണാം. കാണാം. അതും കൂടെ സ്ക്രീൻ പ്രോഗ്രസ് താഴെ ആ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ആണോ കിടക്കുന്നത്? ഫുൾ സ്ക്രീൻ ഓപ്ഷൻ കീബോർഡില് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കീബോർഡില് ലാപ്പിന്റെ കീബോർഡില് ഡൗൺ ആരോ പ്രസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് ഇവിടെ കാണാം, പക്ഷെ സ്ക്രീനിൽ കാണുന്നില്ല. നോക്കട്ടെ. കാണാം. എനിക്ക് വന്നാൽ എനിക്ക് ഫുൾ മോഡിൽ ഇടുമ്പോഴേ അതിൻ്റെ അകത്തൊരു പ്രശ്നം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. എനിക്ക് എന്റെ സ്ക്രീൻസ് വർക്ക് ചെയ്യുന്നില്ല. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കണുണ്ട്. നേരത്തെ അങ്ങനെ കേൾക്കണുണ്ടായില്ല. എന്റെ ആനിമേഷൻസ് വർക്ക് ചെയ്യുന്നില്ല. നോക്കട്ടെ. ക്ലോസ് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ആക്കിയാലോ? ക്ലോസ് ചെയ്ത് നോക്കട്ടെ. നാവിഗേറ്റ് സൗണ്ട് വരുന്നുണ്ട്. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കാം. ഓക്കെ, നോക്കട്ടെ. കാണാ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇപ്പോഴും ആ ബീപ്പ് ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫുൾ സ്ക്രീനിൽ നിന്ന് മാറാം. എന്നിട്ട് ഞാൻ എന്റെ സ്ലൈഡ്സ് കാണാവോ? കാണാം. ഞാനപ്പോ ഫുൾ സ്ക്രീനിൽ വെക്കുന്നില്ല, നമുക്ക് അല്ലാതെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫുൾ സ്ക്രീൻ അപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്ത് പോവാമല്ലോ. ഓക്കെ, alright. So 2 sources of stress, positive and negative. So positive stress ne psychology പഠിച്ചവർക്കറിയാം, eustress എന്നാ പറയുന്നത്. അതായത് what is it? It's like starting a new job, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണം കഴിക്കാൻ പോവുക, ഒരു അക്കാഡമിക് ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു കൊച്ചുണ്ടാകാൻ പോവുക, നമുക്കൊരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു ജോബ് ട്രാൻസ്ഫർ, നമുക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. സോ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ് അക്സെപ്റ്റബിൾ, നമുക്കത് ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ സ്ട്രെസ് എന്ന് വിളിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഒരു ചാലഞ്ച് ഉണ്ടാകത്തുണ്ട്. കാരണം ഏതൊരു പുതിയ എൻവയൺമെന്റിലും നമ്മൾ വർക്ക് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ചലഞ്ച് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് അതിനകത്തുണ്ട്. പക്ഷെ നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ഡിസ്ട്രെസ്. ഡിസ്ട്രെസിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ അത് ലോങ് ടേം നമ്മളെ വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ ഹെൽത്തും മൈൻഡും ഇമ്പാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലൂസിങ് എ ജോബ്, ഒരു ജോലി ഇപ്പൊ പാൻഡമിക് ടൈമിൽ ഒത്തിരിയും പേർക്ക് ഇന്റർനാഷണൽ ഗ്ലോബൽ ലെവലിൽ ഒരുപാട് പേർക്ക് അവരുടെ ജോലി പോയിട്ടുണ്ട്. നിങ്ങളുടെ പേരൻസിനും പോയി കാണുമായിരിക്കും, അല്ലെങ്കിൽ സ്പൗസസിനോ അല്ലെങ്കിൽ അറിയാവുന്ന കൂടെ ഇരിക്കുന്ന റിലേറ്റീവ്സിന്റെ ഒക്കെ ജോലി പോയിട്ടുണ്ടായിരിക്കും. ജോലി പോകുന്ന ആ ഒരു കുറച്ച് നാള്, ഒരു 1 വീക്ക് 2 വീക്ക് ചിലപ്പം ഒരു ഓപ്റ്റമിസ്റ്റിക് ആയിരിക്കാം, എനിക്ക് വേറൊരു ജോലി കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് വേറൊരു രീതിയിൽ അത് വേറൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളും കാലങ്ങളും കഴിഞ്ഞ് പാൻഡമിക് ടൈം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ജോലി കിട്ടാതായി വരുമ്പം ഡെഫിനറ്റ്ലി അതൊരു ഡിസ്ട്രെസ് നമ്മുടെ ദേഹത്ത് ഉണ്ടാക്കും. ഫൈനാൻഷ്യൽ ഡെറ്റ്സ് ആൻഡ് ബാങ്ക്രപ്സി, നമ്മൾ കടം വാങ്ങിക്കാൻ തുടങ്ങും. ഡിവോഴ്സ്, ലവ്ഡ് വൺസിന് പാൻഡമിക് ടൈമിൽ ഒരുപാട് പേർക്ക് അവരുടെ ലവ്ഡ് വൺസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അബ്യൂസ്, നിഗ്ലക്ട്, എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഒരു ഷോർട്ട് ലെവലിൽ അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോയില്ല. പക്ഷെ ഓവർ ടൈം അത് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അത് നമ്മളെ ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുണ്ടൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓക്കെ ഇങ്ങനെ കൊടുക്കാം, ഞാൻ നോക്കാം, എന്നിട്ട് ഞാൻ ഓഫ് ആൻഡ് ഓൺ ആയിട്ട് ഞാനത് എസ്കേപ്പ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് എന്നുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു മാസം, ലാസ്റ്റ് 1 month, can you define some of the sources of stresses
ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ആരെങ്കിലും ഈ ടൈമിൽ ടോക്ക് ചെയ്യണം. കാരണം 1 or 2 സ്ട്രെസ് നിങ്ങൾക്ക് എന്തുവാ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ട സ്ട്രെസ്സുകൾ എന്തൊക്കെയാ, അത് എങ്ങനെ നിങ്ങളെ ഇമ്പാക്ട് ചെയ്തേ? ഒരു 2 പോയിന്റ് എഴുതി വെക്കൂ. ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ? ഇത് നമ്മൾ ഒത്തൊരുമയായിട്ടുണ്ട്. ഫാക്കൽറ്റിയൊക്കെ ഒരുപാട് ടൈം എടുത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ടോക്ക്. സോ സ്റ്റുഡൻസ് പ്ലീസ് റിലാക്സ്. ഇത് ഒരു പ്രശ്നവും ഇല്ല. വളരെ ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യാന്നൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയത്. സോ 1 or 2 സ്ട്രെസ് എന്തായിരിക്കും ഒരു സ്റ്റുഡന്റിന്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയ സ്ട്രെസ് എന്തോ ഈ സമയത്ത്? ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? Could you please see the Q&A box? ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല. നോക്കട്ടെ, Q&A നോക്കട്ടെ. എക്സാം പ്രഷർ. ഓക്കെ, എക്സാം പ്രഷർ പറഞ്ഞ നെഗറ്റീവ് തോട്ട്സ്. ഓൾറൈറ്റ്. ഇനി ഫാക്കൽറ്റിയുടെ സ്റ്റാൻഡ് പോയിന്റിൽ ഏറ്റവും വലിയ സ്ട്രെസ് അവരെന്തുവാ നേരിട്ടെ? ഫ്രം ദ ഫാക്കൽറ്റി സൈഡ്. ഒരു ഫാക്കൽറ്റി ഒന്ന് ടൈപ്പ് ഇൻ ചെയ്തേ. എന്തുവാ അവര് പ്രഷർ ഫേസ് ചെയ്ത്? കാരണം സ്റ്റുഡൻസിന് മാത്രമല്ല, ഒരു ഫാക്കൽറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ അവർ അത്രയും പ്രായം ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ മേലിൽ ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആയി ഈ സമയത്ത് അവർ നേരിടുന്നത്. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് അവർക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഫാക്കൽറ്റി ലെവലിൽ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്ന എപ്പോഴാ? അവർക്ക് സിലബസ് ചേഞ്ച് ചെയ്യണം, സ്റ്റുഡൻസിന്റെ മൈൻഡ് സെറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, അവരുടെ സ്റ്റുഡൻസിന് എങ്ങനെ ഇതിനെല്ലാം ഇമ്പാക്ട്ഫുൾ ആണെന്ന് നോക്കണം. സോ ഒരുപാട് ചേഞ്ചസ് സ്റ്റുഡൻസിന് ഫേസ് ചെയ്യുന്ന പോലെ തന്നെയാ ഫാക്കൽറ്റിയും ചേഞ്ച് ചെയ്യും. കാരണം അവരുടെ പ്രഷർ ഈവൻ മോറാ. കാരണം അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി പോയി. അവരുടെ സ്കൂളും ഓക്യുപ്പേഷണൽ ലെവൽ ഒരു സ്ട്രെസ് ഉണ്ട്, ഫാമിലി ലെവൽ ഒരു സ്ട്രെസ് ഉണ്ട്. എല്ലാവിധ സ്ട്രെസ്സും ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ടൈം. ഒരു പ്രിൻസിപ്പൽ ഈ ടൈമിലൊക്കെ പ്രിൻസിപ്പൽസിന്റെ പ്രഷർ വളരെ ഹൈ. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല, അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ട പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പല ഫാക്കൽറ്റിയുടെ പ്രശ്നങ്ങൾ നേരിടാം. ഇവരുടെ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസിന്റെ കാര്യങ്ങളും നേരിടാം. സോ there's a lot of good things going on from the student side as well as from the faculty side. Okay, so let's see. Okay, so here എന്ന് പറഞ്ഞാൽ dealing with change. So the first thing നമ്മളെ എല്ലാവരും ഫേസ് ചെയ്ത ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച്. നമുക്ക് ചേഞ്ച് ഈ വന്ന കഴിഞ്ഞ 1 or 2 വർഷം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു, നമ്മുടെ ഇന്ററാക്ഷൻസ് ചേഞ്ച് ചെയ്തു, നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് പ്ലാൻ ചെയ്തത് എല്ലാം ചേഞ്ച് ചെയ്തു. ദെൻ ഡീലിംഗ് വിത്ത് ലോൺലിനെസ്. നമുക്ക് നമ്മുടെ സോഷ്യൽ സപ്പോർട്ട് എപ്പോഴാണ് കിട്ടുന്നത്? ഒരു സ്റ്റുഡന്റിനെ ഏറ്റവും വലിയ നോക്കി നിൽക്കുന്നത് എന്താ? രാവിലെ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ കോളേജിൽ പോവുക, എന്നിട്ട് എന്തുവാ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യുക, കാഫറ്റേറിയ പോവുക, ടീച്ചേഴ്സിനെ ഇടയ്ക്കൊക്കെ ഒരു കുറ്റം പറയുക, ബോറിംഗ് ഒരു ക്ലാസ്സിന് ഒന്ന് നമ്മുടേതായിട്ടുണ്ട് കോഡ്സ് വെക്കും, ടീച്ചേഴ്സിന്റെ എതിരെ എങ്ങനെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. കാരണം നമുക്ക് സ്റ്റുഡൻസ്, ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു ആ സമയത്ത്, ടീച്ചേഴ്സിനൊക്കെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ടീച്ചേഴ്സിനാണെങ്കിലും എന്താ അവരുടെ പിയർ ഗ്രൂപ്പിനെ കാണാനായിട്ട് കാരണം ഡെയിലി ലൈഫിൽ നിന്ന് ഒരു ചേഞ്ച് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സപ്പോർട്ട് ഗ്രൂപ്പ്സ്. അത് നമ്മുടെ വളരെ പ്രിയപ്പെട്ടവരുടെയും എപ്പോഴും ഒരു 8 hours 10 hours വർക്ക് ചെയ്യുന്ന ഒരു കോളേജിലാകുമ്പം യു കൈൻഡ് ഓഫ് ഡിപ്പെൻഡ്, യു ലുക്ക് ഫോർവേഡ് ഫോർ ദ നെക്സ്റ്റ് ഡേ ടു സീ എവരിവൺ. കാരണം എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ യുവർ ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് കിൽസ് യു ദാറ്റ്. ടെക്നോളജി, വി ലേൺഡ് എ ലോട്ട് ലാസ്റ്റ് 2 years. എത്ര കമ്പ്യൂട്ടർ പ്രൊഫഷൻഡ് ആയിട്ടുണ്ട് ഒരാളാണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു അൺഫെമിലിയർ ടെറൈൻ വന്നു, നമുക്കൊരു സ്റ്റക്ക് ആയിപ്പോയി, നമ്മൾ അതിൽ നിന്ന് പഠിച്ചെടുക്കണം ആ ചലഞ്ചസ്. സോ there was a lot of things that was going on internally that we did not know. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു നമുക്ക് നമ്മുടെ കഴിവുകൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ലെവലിലൊക്കെ പിന്നെ പഠിച്ചെടുക്കൂന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ we made it. The important thing is today y'all are here because y'all have learned how to open into a Zoom, how to get inside a meeting, which you may not have known 2 years back. So technology അനുസരിച്ച് നമ്മുടെ challenges ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇന്ന് അതിനെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് സ്ലോ സ്റ്റെപ്സ് ചെയ്യുന്നുണ്ട്.
ഫാക്കൽറ്റിയുടെ ലെവലിൽ എന്തോ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സിലബസ് റിവൈസ് ചെയ്യണം, അസൈൻമെന്റ്സ് റിവൈസ് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് ഇറ്റ് ടേക്സ് ടൈം. ഒരു സിലബസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ സ്റ്റുഡൻസിന്റെ മൈൻഡ് സെറ്റിൽ എന്താ, അവർ വരുമ്പം ഒരു ഹോൾ ഇയറിന്റെ അക്കാഡമിക് അസൈൻമെന്റ്സും കാര്യങ്ങളും ക്ലാസ് സ്കെഡ്യൂൾസും ഒക്കെ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സർട്ടൺ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അതിന്റെ ബിഹൈൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫാക്കൽറ്റി കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ്, നമ്മളെപ്പോഴും കൊണ്ടും നേരിട്ട് മുഖം കൊണ്ട് കാണുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സ്ക്രീൻ നമ്മുടെ മുന്നിൽ വരുമ്പം എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഡ്രസ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എല്ലാം ഒരു തരം സ്ട്രഗിൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് കഴിഞ്ഞ ഒരു മാസമായിട്ട്, യൂഷ്വലി 1 വീക്കിലോട്ട് നോക്കിയാൽ തന്നെ ഏറെക്കുറെ ഇതൊക്കെ കാണുമായിരിക്കും. ഫിസിക്കൽ, മെന്റൽ, ലാക്ക് ഓഫ് സ്ലീപ്പ്, അൺഹെൽത്തി ചോയ്സസ്, നമ്മുടെ മുന്നിൽ വരുന്ന ചോയ്സസ്. പണ്ടൊന്നും നമുക്ക് ഇത്രയും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഓവർ ടൈം നമുക്ക് കിട്ടിയ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും കേൾക്കാത്ത കാര്യങ്ങളും കുറേയും കൂടെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിയാൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഡെഫിനറ്റ്ലി ബേസ്ഡ് ഓൺ യുവർ റോൾ ആസ് എ സ്റ്റുഡന്റ് or as a faculty, there are ഇതൊക്കെ കോമൺ ആയിട്ട് as a both students and faculty face as the stresses and its consequences due to the pandemic. However, we are inbuilt for coping strategies. സ്ട്രെസ് നമുക്ക് ഉണ്ടെന്നും പറഞ്ഞാൽ നമുക്കൊരു ബബിളിനകത്തിരിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ലൈഫ് മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷെ അത്രയും നല്ല കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഇല്ലാത്തവർ എന്തോ ചെയ്യും, അവര് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ടാക്കും. ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ ഫോർ എ ടൈം ബീങ് ഇറ്റ് വിൽ ഹെൽപ്പ് us റിസോൾവ് ദ സൊല്യൂഷൻ. കുറച്ച് നാളത്തേക്ക് നമുക്ക് അതിനെ കൊണ്ട് നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ആവും, നമ്മൾ അതിനെ ഒരുപാട് നമ്മളെ എഫക്ട് ചെയ്യാതെ നമ്മൾ നോക്കും. ഫോർ എക്സാമ്പിൾ ഡിനയൽ. സോ ഒരു റിയാലിറ്റി, ഒരു അൺപ്ലസന്റ് റിയാലിറ്റി, വി റെഫ്യൂസ് ടു അക്നോളജ് ഇറ്റ് എക്സിസ്റ്റ്. ഒരു നിമിഷം നിങ്ങളുടെ എൻവയൺമെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ആവും, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആവും, നിങ്ങളുടെ കോളേജ് ആവും. So whatever it is, an unpleasant reality for the past few weeks that you have been going through, have you acknowledged that? Or are you still in denial? So, for example, എനിക്ക് ഒരു ടോർച്ചറോ ഒരു സ്ട്രെസ്സോ ഒരാൾ എന്നെ ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ എൻ്റെ സ്പൗസ് ആയിരിക്കാം, എനിക്ക് സ്പൗസിൽ നിന്ന് ഒരു ഹൈ ലെവൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പേരൻറ്റിൽ നിന്ന് ഒരു ഹൈ ലെവൽ സ്ട്രെസ് വരുന്നു. പക്ഷെ ആൾക്കാരെ പേടിച്ച് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ refuse to acknowledge that is a stress for me. ചോദിച്ചാൽ yes, I'm fine, I am in denial. Are you doing that? Second step, repression. അതായത് നിങ്ങളുടെ നെഗറ്റീവായിട്ടും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പം നിങ്ങൾ അത് അൺകോൺഷ്യസ് ആയിട്ട് റിപ്രസ് ചെയ്യുന്നു. ഐ റെഫ്യൂസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെപ്പറ്റി ഇപ്പം സംസാരിക്കേണ്ട. എത്ര വട്ടം ആ ഒരു സെന്റൻസ് നിങ്ങൾ ലാസ്റ്റ് ഫ്യൂ വീക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് ദിസ് റൈറ്റ് നൗ, ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് മൊമെന്റ്. ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട സമയമല്ല, എനിക്ക് ഐ എം ഓക്കെ, ഐ ഹാവ് അതർ തിങ്സ് ടു ഫോക്കസ്. അതായത് ഡിസ്ട്രസ് വരുന്ന തോട്ട്സിനെ നമ്മൾ മനഃപൂർവ്വം റിപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് റിപ്രസ് ചെയ്ത് വി വുഡ് നോട്ട് ഡീലിംഗ് വിത്ത് ദ സിറ്റുവേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ, അതായത് ഒട്ടും ഇഷ്ടപ്പെടാത്തയും താല്പര്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ അത് ബ്ലോക്ക് ചെയ്ത് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നീടും. ദാറ്റ് ഈസ് ടു ഷോ അതേഴ്സ് വി ആർ ഫൈൻ. പക്ഷെ ഹൗ ലോങ് ക്യാൻ ബി ബ്ലോക്ക് ഔട്ട് അവർ ട്രൂ ഫീലിങ്സ്? നമുക്ക് നമ്മളെ മറ്റുള്ളവരെ പറ്റിക്കാം, പക്ഷെ നമ്മളെ സ്വന്തമായിട്ട് നമുക്ക് എത്രത്തോളം പറ്റിക്കാൻ പറ്റും? പറ്റിക്കുവാണെങ്കിൽ തന്നെയും അതൊരു ഷോർട്ട് ടേമിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവർ ടൈം, മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ഓൺ യു മൈ ചിൽഡ്രൻ. അത് നമ്മളെ തന്നെ നമുക്ക് തന്നെ തിരിച്ചത് നെഗറ്റീവ് ഇമ്പാക്ട്സ് വരും. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് മറ്റുള്ളവർ കാരണം അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടും അത്രയും ദേഷ്യം നമ്മൾക്ക് നമ്മൾ ചിന്തിക്കുന്ന കാഴ്ചപ്പാടിലും എല്ലാത്തിലും ഒരു തരം ഒരു കൺഫ്യൂസ്ഡ് തോട്ട്സ് ആകുമ്പോൾ മറ്റുള്ളവരും അതുപോലാണോ? ഇപ്പൊ എനിക്കൊരു സംശയം എന്റെ മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് തോട്ട് എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അത് പ്രൊജക്ട് ചെയ്ത് മറ്റുള്ളവരിൽ അത് കാണാൻ നോക്കും. റാഷണലൈസേഷൻ, എത്ര അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ആണെങ്കിലും എന്റെ സിബ്ലിംഗ് അല്ലേ, എന്റെ ഫാക്കൽറ്റി അല്ലേ, എന്റെ ടീച്ചർ അല്ലേ, എന്റെ പേരൻസ് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ്ക്യൂസസ് ഉണ്ടാക്കും അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. കോമ്പൻസേഷൻ, അതായത് നമുക്ക് ഒരു കാര്യം നമ്മളെ സ്ട്രെസ് ഉണ്ടാക്കുന്നത് നമ്മൾ അത് ഡൈവേർട്ട് ചെയ്ത് വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ എക്സൽ ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ മിക്ക സ്റ്റുഡൻസിനും ചിലപ്പം ഈ സമയത്ത്
a stressful situation deal ചെയ്യാതിരിക്കാൻ വേണ്ടി what they do is either they go to sleep, that's a compensation, or they eat. Binge eating, overeating, unhealthy weight gain, ഇതെല്ലാം നടക്കുന്ന ഒരു ടൈം പീരീഡ് ആയത്. ഡിസ്പ്ലേസ്മെന്റ്, നമുക്ക് ഒരാളോട് ആ ദേഷ്യം കാണിക്കാൻ വയ്യെങ്കിൽ നമ്മളത് നമുക്ക് കാണിക്കാൻ പറ്റുന്നതും നമ്മൾ തിരിച്ച് റെപ്രിക്കേറ്റ് ചെയ്യാത്ത ഒരു രീതിയിലുണ്ട് ഒരാളുടെ അടുത്തായിരിക്കും അത് നമ്മൾ ലാഷ് ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ആളോ സോഴ്സിലോ ത്രെറ്റനിങ് ആണെങ്കിൽ അത് ചെയ്യാതെ തോന്നി നമ്മുടെ ഇളയ സിസ്റ്റേഴ്സിനെ ബ്രദേഴ്സിനെ ടോർച്ചർ ചെയ്യും, അല്ലെങ്കിൽ പേരൻസിനോട് ലാഷ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോട് നമ്മൾ പക കിട്ടും, അല്ലെങ്കിൽ ഇതൊന്നും, അല്ലെങ്കിൽ പെറ്റ്സ്, വീട്ടിലുണ്ട പെറ്റ്സ് ഏറ്റവും കൂടുതൽ അബ്യൂസ് നടക്കുന്ന ഒരു ടൈം ഇപ്പം പെറ്റ്സിനുണ്ട്. കാരണം ഈ എൻവയൺമെന്റിൽ നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി ഒരു തരം നോക്ക്ഡ് ഔട്ട് ആകുമ്പം എന്തോ നടക്കുന്നത്, വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ പൊട്ടിച്ച് കളയുക, അല്ലെങ്കിൽ മിണ്ടാപ്രാണികളായ ആനിമൽസിനെ അബ്യൂസ് ചെയ്യുക, ഇതൊന്നും, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും ഇളയതും നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ ഒരു വീക്കായിട്ടുണ്ട് ഒരാളെ ഹറാസ് ചെയ്യാൻ നോക്കും. പലതരം ഓരോ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസംസ് നമ്മൾ എടുക്കും. പക്ഷേ തന്നെ ഇതൊരു ആങ്സൈറ്റി റെഡ്യൂസർ തന്നെ. നമുക്ക് ഒരു നിമിഷം കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം, പക്ഷെ ആ കോപ്പിംഗ് സ്കില്ല് ഇസ് മോർ ഓഫ് എ പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ ഫോർ എ ഷോർട്ട് ടൈം പീരിയഡ്. Long term, this is not going to help you at all, because at some point your defense mechanisms are going to break out, and then you have to deal with the reality again. Okay, any questions? Okay, എനിക്ക് Q&A ഞാൻ ഈ മോഡിലാകുമ്പോൾ എനിക്ക് കാണത്തില്ല. സോ വൺ ഓഫ് ദ പാനൽസ് നിങ്ങൾക്ക് അത് കാണുവാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറ. ഐ വിൽ സ്റ്റോപ്പ് ആൻഡ് ആൻസർ ദോസ് Q&As. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് സ്ട്രെസ് ആകുമ്പോൾ എന്തോ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസിക് ഒരു സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിന് ക്ലാസിക് ഒരു എക്സാമ്പിൾ ആയത് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ബൈ ഹാൻസ് സേലി 1979. അതായത് ടു മൈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ടൈം നമുക്കൊരു സ്ട്രെസ് വരുമ്പം ആ സ്ട്രെസ് ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റേജസിലായിട്ടാണ് അന്ന് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദി അലാം സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്തുവാ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഗ്ലിച്ച് ചെയ്യുന്നുണ്ട് ഇച്ചിരി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അലാം സ്റ്റേജ്. അലാം സ്റ്റേജ് എന്ന് പറയുന്നത് ബോഡി മനസ്സിലാക്കി ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് സ്ട്രെസ് ഇവിടെ വരുന്നുണ്ടെന്ന് ബോഡി മനസ്സിലാക്കി. സോ വാട്ട് ഡസ് ഇറ്റ് ഡു? അതിനെ ഒന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കും. ആ സ്ട്രെസ് ശരിയാണോ, ഇത് എനിക്കാണോ വരുന്നത്, വാട്ട് ഡു ഐ നീഡ് ടു ഡു? അപ്പം നമ്മുടെ neurotransmitters, നമ്മുടെ adrenal glands, the pituitary glands, adrenaline, noradrenaline, ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസ് ഒക്കെ പ്രിപ്പയർഡ് ആവും ആ ഒരു സ്ട്രെസ്സിനെ നേരിടാൻ. സോ ഫ്രം എ ബാലൻസ്, ഇവിടെ ഒരു ബാലൻസ് ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇത് ബോഡി അഡാപ്റ്റ് ചെയ്യുമ്പം ആ സ്ട്രെസ്സിനെ നമ്മൾ നേരിടാൻ നമ്മുടെ കുറച്ചൊരു ഡിഫൻസസും നമ്മുടെ പെർഫോമൻസസും ഒന്ന് ഡിം ആവും. പക്ഷേ then we will build up. നമ്മുടെ ഒരു ബാലൻസിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ആ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വിച്ച് ഷോസ് ദാറ്റ്സ് എ ഡിഫൻസ് റിയാക്ഷൻ. നമ്മൾ അതിനെ ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കത്തില്ല, നമ്മൾ അതൊന്ന് കുറച്ചൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. സോ ഇറ്റ് ഗോസ്, ദ റെസിസ്റ്റൻസ് ഹൈ. ബട്ട് ഇഫ് ഇറ്റ് ഇസ് കണ്ടിന്യൂയിങ്, വന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ എനർജി ഡിപ്ലീറ്റ് ആയി പോകത്തേ ഉള്ളൂ. വിച്ച് ഇസ് വൈ we have to be truthful to ourselves. Namak enduva, who are we, what we are, how much we can fight this. Adu nammal manasilakkilenge, over time it's going to drain us and we are going to drop right there due to exhaustion. Appara oru burnout varum, oru complete snap oralku varunathu. On the right side, ഇവിടെ എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് സ്ട്രെസ് ആൻഡ് പെർഫോമൻസ് കുറച്ചും കൂടെ ഈ ലെഫ്റ്റ് ഫിഗറിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് നിക്സൺ 1979 കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് ഗുഡ് സ്ട്രെസ്സും ഉണ്ട്, ബാഡ് സ്ട്രെസ്സും സ്ട്രെസ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ പെർഫോമൻസ് ലെവലിൽ നോക്കിയാൽ നമുക്ക് എപ്പോഴും ഒരു ലെവൽ ഓഫ് അറൗസൽ നമുക്ക് റെഡി ആയിട്ട് നിൽക്കുക, റെഡി ടു പെർഫോം എപ്പോഴും വേണം, വിച്ച് ഇസ് ഗുഡ് ഫോർ പെർഫോമൻസ്. ഹവെവർ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും അതിന് അപ്പുറമായിട്ട് പോയി ഒരു തരം ഡിസ്ട്രെസ് കണ്ടിന്യൂഡ് ആയിട്ട് വരുമ്പം ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് us to lead to exhaustion and breakdown. Okay, so this is സൈക്കോളജിക്കലി ആയിട്ടും എല്ലാവർക്കും, നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആയോട്ടും ഇത് മനസ്സിലാവുമെങ്കിലും ഒരു ബോഡിയുടെ ലെവലിൽ ആ റെസ്പോൺസ് കർവ് നിങ്ങൾ ഓർക്കണം. ഹൗ ഇറ്റ് ഫസ്റ്റ് സ്റ്റേജ് എന്തുവാ, ഓവർ ടൈം എങ്ങനെ. Both of them is, it's like starting and ending is at 2 different phases. Okay, next you all have to think about is സ്ട്രെസ് ഏതൊക്കെ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ സിംറ്റംസ് അതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്.
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ സിംറ്റംസ്, അതായത് നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്ത്, മെറ്റബോളിക് സിൻഡ്രോം. ഈ സമയത്തുണ്ട് ലെവൽ ഓഫ് ഡയബറ്റിക് ആയവര്, ഹൈ ലെവൽ ഓഫ് കൊളസ്ട്രോൾ വന്നവര്, ഒബേസിറ്റി, എക്സസീവ് വെയിറ്റ് ഗെയിൻ ചെയ്തവർ, അല്ലെങ്കിൽ എക്സസീവ് വെയിറ്റ് ലോസ്. സ്ട്രെസ് വന്നാൽ ചിലർ ഓവർ ഈറ്റ് ചെയ്യും, ചിലർ കഴിക്കാതെ ഇരിക്കും. സോ ബോത്ത് ലെവൽസ് ഓഫ് സിൻഡ്രോംസ് വരുന്ന സമയത്ത് വളരെ ഹൈ ആയിട്ടുണ്ട് ഒരു സ്റ്റേജ് ആയിപ്പം. So watch yourself. What are you doing with your diet and health? Are you all exercising well? എക്സസൈസ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി ഒരു മെമ്പർഷിപ്പ് എടുത്ത് 10 പുഷപ്സ് എടുക്കണമെന്നില്ല. നിങ്ങളുടെ മുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുവാണെങ്കിൽ തന്നെ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എടുത്താൽ തന്നെയും യു ആർ ഗെറ്റിംഗ് യുവർ കാർഡിയോ ദേ. യു ഡു നോട്ട് റിക്വയർ ഓൾ ഗാഡ്ജറ്റ്സ്. എല്ലാവിധ സൗകര്യങ്ങളും കൊണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഓഫ് എക്സസൈസ് ചെയ്യണമെന്ന് ഒരു പെർഫെക്റ്റ് എൻവയൺമെന്റ് വേണമെന്നില്ല. കുനിഞ്ഞാണെങ്കിലും ഒരു മുറിയിലാണെങ്കിലും 10 തവണ അപ്സ് ആൻഡ് ഡൗൺസ് എടുത്താൽ തന്നെ അവിടെ നമുക്ക് അന്നത്തെ ദിവസത്തെ ഒരു കാർഡിയോ കിട്ടുന്നുണ്ട്. സോ ബട്ട് നെഗറ്റീവ് സ്ട്രെസ്സും കൊണ്ട് നമ്മൾ പലപ്പോഴും എന്താ, ആ ഫെറ്റീഗ്, ആ ഡിപ്രഷൻ, നമുക്ക് ഒന്നും വയ്യ, വി കോമ്പൻസേറ്റ്, വി ബിഞ്ച് ഈറ്റ്. നമ്മുടെ കംഫർട്ട് ഫുഡ്സ് എന്തുവാ, ഇവിടൊക്കെ ആണെങ്കിൽ ഫ്രൈസും ചിപ്സും എന്നൊക്കെ പറയാം. നാട്ടിൽ എന്താ, നമ്മൾ ചിക്കനിലായിരിക്കും. ഐ ഡോണ്ട് നോ, ഐ എം ജസ്റ്റ് മേക്കിംഗ് അപ്പ് തിങ്സ് ഹിയർ. സോ യു കോമ്പൻസേറ്റ് ബൈ ഈറ്റിംഗ് ലോട്ട് ഓഫ് റൈസ്, സ്റ്റാർച്ച്, carbohydrates, അങ്ങനെ സ്വീറ്റ്സ്, ഒരുപാട് സ്വീറ്റ്സ്. അത് നമ്മുടെ ബോഡി, നമ്മുടെ ലെഫ്റ്റിനും റെല്ലിനും ഒക്കെ പറഞ്ഞു കൊടുക്കുക, ലൈക്ക് ഇറ്റ്സ് ട്രൈങ് ടു മേക്ക് യു ഡു ദ റോങ് തിങ് ബൈ മേക്കിംഗ് യു ഡു ലൈക്ക് കംഫർട്ടിങ് യുവർ സെൽഫ്. അപ്പോൾ ഒരു ലെവൽ ഓഫ് കംഫർട്ട് കിട്ടുമെങ്കിലും ലോങ് ടേം നിങ്ങളുടെ ബ്ലഡ് ലെവൽസും AC1 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി സ്പൈക്കിംഗ് ഔട്ട്. സ്ലീപ്പ് ഡിസോർഡേഴ്സ്, സ്ക്രീൻ ടൈം, ഫാമിലി പ്രഷേഴ്സ്, അസൈൻമെന്റ്സ്, ഇതെല്ലാം കൊണ്ടും കഴിഞ്ഞിട്ട് വരുന്ന എന്തുവാ, you cannot sleep well at night. What is your quality of sleep? Gastrointestinal problems, gut problems, ഇപ്പം വളരെ highly researched ആയിട്ടുണ്ട് ഒരു ടോപ്പിക്. Abdominal issues, gastro issues, acidity reflux, പിന്നെന്താ diarrhea issues, constipation issues, പലതരം ഗട്ട് പ്രോബ്ലംസ് അവിടെ വരുന്നുണ്ട്. സൊമാറ്റിക് പെയിൻസ്, എപ്പോഴും വയ്യായി, എനിക്ക് ഹെഡേക്ക്, എന്താ പുറം വേദന, കാല് വേദന. കാരണം യു ഡിഫ്ലക്ട് യുവർ ഇന്റേണൽ പ്രഷേഴ്സ് ടു യുവർ ബോഡ്ലി സിംറ്റംസ്. അതുണ്ടോ ഇല്ലയോ എന്നല്ല, യു ഫീൽ തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ദ കോൺസിക്വൻസ് ഓഫ് ദ നെഗറ്റീവ് സ്ട്രെസ്, ഹൗ ഇറ്റ് എഫക്ട്സ് ദ ഫിസിയോളജി ലെവൽ. ഈ സൈക്കോളജി ലെവൽ എന്ന് വെച്ചാൽ എത്ര തവണ ഇന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ടു. ഇപ്പം വൈകിട്ടൊരു 7:30-8 മണിയായില്ലേ, ഇന്ന് നോക്ക, ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെടുത്തെങ്കിലും നിങ്ങൾ ആംഗ്രി ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടോ, ഇറിറ്റബിൾ ആയിട്ടുണ്ടോ, നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്തിട്ടുണ്ടോ? ഹൈ മൂഡ് സ്വിങ്സ്, എസ്പെഷ്യലി ദിസ് ഗോസ് ടു ഒരു 19 to 20 years അല്ലെങ്കിൽ 18 to 20 years ഉണ്ട്. മെയിൽ ഫീമെയിൽ ഹോർമോൺസ് വളരെ ഹൈ ലെവൽ ജമ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം. ഈ സമയത്ത് സിവിയർ മൂഡ് സ്വിങ്സ് നോർമലി പറയുന്ന ഫീമെയിൽസിലാണെങ്കിൽ തന്നെ മെയിൽസിനും ഇതൊക്കെ അറിയാം. കാരണം എന്തുവാ, നമ്മുടെ ബോഡിക്ക് മനസ്സിലാകുന്നില്ല ഹൗ അവർ ഇമോഷൻസ് ആർ വർക്കിംഗ് ഡ്യൂറിങ് ദിസ് ടൈം. നമുക്ക് എല്ലാരോടും അങ്ങ് ഒരു തരം വെറുപ്പും ദേഷ്യം ആണോ? ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുടെ ലാഷ് ഔട്ട് ചെയ്ത്, നിങ്ങളുടെ പേരൻസുമായിട്ട് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്ത്, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്ത്, നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്ത്, ആരെങ്കിലും നിങ്ങളോട് ഇഷ്ടമില്ലെന്നുള്ള തോട്ട് വന്നോ? ഇതൊക്കെ മതിയായി, ഇവിടെ നിന്നിട്ട് എവിടെങ്കിലും ഒക്കെ ഒന്ന് ഓടിപ്പോവാനുള്ള തോട്ട് വന്നോ? അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനിയും വയ്യ, എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊരു തോട്ട് വന്നോ? Just reflect on yourself for a moment there. And behavioral symptoms, poor sleep, dysregulated eating, fatigue, addictive substances. My God, this is so torturous. എത്ര തവണ നിങ്ങളുടെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സബ്സ്റ്റൻസ് അബ്യൂസ് മാത്രമല്ല, നമ്മുടെ ടെക്നോളജി ലെവൽ, മൂവീസ്, കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണുന്നു. വാട്ട് ആർ യു ഫോക്കസിങ് യുവർ മൈൻഡ് ഓൺ, വാട്ട് ആർ യു റീഡിങ് റൈറ്റ് നൗ. ഒരുപാട് ബിഹേവിയറൽ സിംറ്റംസ് ചേഞ്ചും വരുന്നുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ കോൺസിക്വൻസസ് ഓഫ് നെഗറ്റീവ് സ്ട്രെസ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഫങ്ഷൻ ചെയ്ത് ദിവസം എഴുന്നേക്കുന്നു, ദിവസം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത്. 3-4-5 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസവും നമ്മുടെ സ്ലീപ്പ് ഡിസ്റെഗുലേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി അത് യൂസ്ഡ് ആകും. പക്ഷെ നമുക്ക് വരുന്ന എന്തുവാ, വെയിറ്റ് ഗെയിൻ, നമ്മുടെ മൂഡ് സ്വിങ്സ്, നമ്മുടെ ഹെൽത്ത് ഡിറ്ററേഷൻ,
നമുക്ക് വരുന്ന നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മൈ ഗോഡ്, എത്ര തവണ നമ്മൾ വീട്ടിലും വെളിയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒക്കെ റീസൺസ് കൊണ്ട്. സോ ഡു തിങ്ക് ഹൗ യു ക്യാൻ compensate yourself. What is happening to you? What would be your coping strategy to deal with your continued negative stress? Again, the fundamental thing is you know yourself the best. You should be knowing yourself the best. There ആർക്കും അല്ലാത്ത നമ്മൾക്ക് അഡ്വൈസസ് എല്ലാവർക്കും പറയാൻ പറ്റും. നിങ്ങൾ എത്ര അടുത്ത് പോയി അഡ്വൈസ് സീക്ക് ചെയ്താലും ഒരുവിധം ഉണ്ട് ഒരു കോമൺ അഡ്വൈസ് എല്ലാവരും ഒരുപോലെ ടൈം മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ ഡിസിപ്ലിൻ ചെയ്യുക, മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക. ഇതൊക്കെ പറയാനും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത പുതിയതായിട്ട് ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിനകത്തൊരു ഡിഫറൻസ് കൊണ്ടുവരണമെങ്കിൽ you all have to think about yourself and what are you going to do about it. ആ ഉറച്ചൊരു തീരുമാനവും മോട്ടിവേഷനും ഇല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിലിയൻസി ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. സോ സ്ട്രെസ് ഉണ്ട്, കണ്ടിന്യൂ നമ്മൾ ഈ ലോകത്താ ജീവിക്കുന്നത്, നമുക്ക് അത് നേരിട്ടേ പറ്റൂ. പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ജോലി പോകേണ്ടവർക്ക് ജോലി ചെയ്യണം, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് പഠിക്കണം, ബാക്കിയുള്ളവരുടെ ലൈഫ് മുന്നോട്ട് പോയേ പറ്റൂ. ഒരു പാൻഡമിക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. We have to move on and progress. Resilience is the ability to bounce back from setbacks. ഇതെന്ന് പറഞ്ഞാൽ സൈക്കോളജി പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്ത്, ഞാൻ അണ്ടർ ഗ്രാജുവേറ്റിനും മാസ്റ്റേഴ്സിനും ഡോക്ടറേറ്റിനും ഹിയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, they compare yourself to wrestling and boxing on the alkar, you know. So what they do, it's not how many punches you get. എത്ര തവണ നിങ്ങൾക്ക് അടി കിട്ടി അല്ലെങ്കിൽ ഇടി കിട്ടി വീഴ്ച വന്നു സ്ട്രെസ് വന്നെന്നൊന്നും അല്ല. ഒരു ബോക്സിംഗ് സർക്കിള് അല്ലെങ്കിൽ റെസ്ലിംഗ് സർക്കിള് രണ്ട് ഒപ്പണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുക. They're boxing and fighting, so they're both getting lashes from each other. പക്ഷെ അത് എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചില്ല, ആദ്യം താഴെ വീണ ആള് എത്ര പെട്ടെന്ന് തിരിച്ച് രണ്ട് കാലം നിൽക്കാൻ പറ്റും, അവിടെ എന്താത്ത ഒരു ജയവും മറ്റൊരാളുടെ പരാജയവുമായിട്ട് വരുന്നത്. സോ എബിലിറ്റി ഈസ് ടു ബൗൺസ് ബാക്ക് ഫ്രം സെറ്റ് ബാക്സ്. നമ്മുടെ വരുന്ന പ്രയാസങ്ങൾ തരണം ചെയ്ത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതും എന്റെ ജീവിതം ഇങ്ങനായി പോയി, എനിക്കിനി ഇതിൻ്റെ അകത്തൊന്നും ഒരു രക്ഷയില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇനി ശ്രമിക്കാൻ പോകുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആണോ, അതോ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്? അതായത് how quickly can I escape and learn? How quickly can I learn from today and be better tomorrow? What happened yesterday? അതിൽ ഞാൻ അഡാപ്റ്റ് ചെയ്ത് എൻ്റെ മൈൻഡ് ഫ്ലെക്സിബിൾ ആക്കി കുറച്ചും കൂടെ ഓപ്പൺ ആക്കി, ലൈക്ക് യുനോ ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഗ്രോയിങ് മൈൻഡ് സെറ്റ് എനിക്ക് എങ്ങനെ ആകാൻ പറ്റും? ഐ നീഡ് ടു ഇംപ്രൂവ് മൈസെൽഫ്. എന്നും ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇന്ന് നിങ്ങൾ, ഫോർ എക്സാമ്പിൾ, some may be fortunate that you all have well-off parents to take care of you. Others may not have that much of blessing. Some may be really good students. Others may not be. Your life in tech, take it from me, 10 to 15 years from now, it's not going to be the same. പല ഏറ്റവും മിടുക്കരായിട്ട് ഇപ്പം നിൽക്കുന്നവർ ചിലപ്പം അന്നൊരു സ്ട്രഗ്ലിംഗ് പോയിന്റ് ആയിരിക്കും. ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നവര് നിങ്ങൾക്ക് ലൈഫിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ള തോന്നൽ കൊണ്ട് മാത്രം അന്നൊരു ഹൈ ലെവലിലായിരിക്കും നിൽക്കുന്നത്. വാട്ട് യു സീ റൈറ്റ് നൗ ഇസ് വെരി ട്രാൻസിയന്റ്. നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന ചാലഞ്ചസും, അതിപ്പോ ഫാക്കൽറ്റി ആയപ്പോട്ടെ, അവര് 20 years ബിഫോർ അവര് ഉണ്ടായപ്പോ ഫാക്കൽറ്റി ആയിട്ടും ടീച്ചേഴ്സായിട്ടും ഒന്നും അല്ല അവരുണ്ടായത്. അവർ ഓരോ സ്റ്റേജ് ലൈഫിൽ പഠിച്ചും അനുഭവിച്ചും മുന്നോട്ട് പോയി അവരുടെ ഫാമിലിയും അവരുടെ കൊളീഗ്സും അവരുടെ കരിയറും ഓക്യുപ്പേഷനും ഈക്വൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയി അവർ ഇന്ന് ഇവിടെ എത്തുന്നത്. അല്ലാതെ അവരുണ്ടായപ്പം തന്നെ ഇന്ന ഈ കോളേജിലെ ഡിഗ്രി എടുത്ത് നിങ്ങൾക്ക് ഇന്നാന്നും പറഞ്ഞുകൊണ്ട് ആരും കൊടുത്തിട്ടില്ലേ. അതേ എല്ലാ ഫാക്കൽറ്റിയും റെപ്രസെന്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ they have gone through so much struggles themselves. But ആ ഒരു സ്ട്രഗിളിൽ അവർ അവിടെ നിന്നില്ല. They grow from it. They learn from it. They learn to respect each other. They learn to say that, okay, I see a difference in you and me, but we have a mission here. നമ്മുടെ മിഷൻ എന്തുവാ? To make sure that we are functioning well and we are healthy. So ആ ഒരു രീതിയിൽ grow and learn ചെയ്യാനായിട്ട് ഫാക്കൽറ്റി ആയാലും സ്റ്റുഡൻസ് ആയാലും you all should have that mindset. Okay. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോ ഓവർ ചെയ്യുന്ന കുറച്ച് മൈൻഡ് സെറ്റ് ടൂൾസ്, റെസിലിയൻസി ആൻഡ് മൈൻഡ് സെറ്റ് ടൂൾസ്. ഇത് കണ്ടോ, ഒരു കംഫർട്ട് സോൺ. നമുക്കൊക്കെ എന്നും ഇങ്ങനെ അങ്ങ് പോയാൽ മതി. കുറച്ചൊക്കെ ഒരു ചലഞ്ച് വരുമ്പോഴത്തേക്ക് കഷ്ടപ്പാടാ, എനിക്ക് പ്രയാസം,
എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. കാരണം ഇതാ. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോയി. കാരണം എന്താ, you all were ready and open with the growth zone. So what is that, the mind tools that you need to get to grow and be strong to stress? One is linking actions and outcomes, setting expectations. നാട്ടുകാർക്കും വീട്ടുകാർക്കും ടീച്ചേഴ്സിനും ഹയർ സുപ്പീരിയേഴ്സിനും ഒക്കെ നിങ്ങളെ പറ്റി ഒരു എക്സ്പെക്ടേഷൻ കാണും. പക്ഷെ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ഫോർ യുവർ സെൽഫ്? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, where do you see yourself 3 years from now? Final year master students, where do you see yourself 3 years from now? Teachers in entire track of tenureship, where do you see yourself from now? Setting expectations. നമുക്ക് ഒരു മുന്നോട്ടൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വെച്ച് മുന്നോട്ട് നീങ്ങിയെങ്കിലേ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് കാഴ്ചപ്പാടും കൊണ്ട് മാത്രം നിന്നാ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്. ഒരാൾക്കും ഈസി ആയിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. You have to be prepared to work hard and think outside the box. Outside the box think ചെയ്ത് മുന്നോട്ട്, കാരണം എല്ലാവരും തിങ്ക് ചെയ്യുന്ന പോലെ തിങ്ക് ചെയ്തിട്ടും കാര്യമില്ല. കാരണം അത്രയും ചാലഞ്ചിങ് ആൻഡ് കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഒരു പൊസിഷൻസോ കുറച്ച് ഓപ്പർച്യൂണിറ്റീസിൽ ഹൗ ഡു യു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്? നമ്മൾ എന്തൊരു വേറൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് മാത്രം പോയാൽ പോരാ, നമുക്ക് അന്നത്തെ ഓൾട്ടർനേറ്റീവ് ഗുഡ് സൊല്യൂഷൻസ് അത് വേണം. പല പല ഓപ്ഷൻസ്. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് ട്രൈ ചെയ്യണം, അത് വർക്ക് ചെയ്തില്ലെങ്കിൽ വേറൊരു കാര്യം ട്രൈ ചെയ്യണം. ഞാൻ ഡോക്ടർ ലൈജു ഞാനും ഒരേ യൂണിവേഴ്സിറ്റി പഠിച്ചവരാ. ഞങ്ങൾ സീനിയർ ജൂനിയർ ബാച്ച് ആയിരുന്നു. ബട്ട് ഐ വാസ് ടെല്ലിങ് ഹിം, like ഞാൻ അന്ന് 1999 ഡോക്ടർ ലൈജുവിനെ കണ്ടേ. After that, I haven't seen him for a long time. But the thing is, each one of us, his batch was a very studious batch. അതുപോലത്തെ ഒരു സ്റ്റുഡിയസ് ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. എല്ലാം ഒരു 10 വർഷം കൊണ്ട് നേടിയതല്ല. ചിലതൊക്കെ പാളി പപ്പാസായത് ഒരു രീതിയിലും പറ്റാത്ത പോയിട്ടുള്ള അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ സോ വാട്ട്, അതിൽ നിന്ന് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. That's it. But you have to have a vision where you see yourself. എന്നും ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, അതോ ലോകത്തിന്റെ വേറൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബിലീവിങ് ഇൻ അച്ചീവിങ്, ക്യാൻ ഡു മൈൻഡ് സെറ്റ്. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല. നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് അറിയണമെന്നില്ല ഈ ലോകത്ത് നേരിടാൻ. നമുക്ക് ഒരുപാട് മാത്ത് അറിയണമെന്നില്ല, സയൻസ് അറിയാം. ഇതൊക്കെ സബ്ജക്റ്റീവ് ടെസ്റ്റുകളാണ്. ജീവിതം എന്ന് അറിയണമെങ്കിൽ ഇതൊന്നും വേണ്ട. നമുക്ക് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ നമ്മുടെ ഹോംവർക്കുകൾ ചെയ്യുക. ഹോംവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുവാ, ഏതെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടി അവിടെ വരെ എത്താനുള്ള തോട്ട്, ഒരു ഡിസയർ മാത്രമല്ല, അതിനുവേണ്ടി ഉള്ള പ്രിപ്പറേഷൻ. അറ്റ് ദി എൻഡ് എന്ത് വന്നാലും ഞാൻ അത് ചെയ്യും, ഞാൻ അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യും ചെയ്യാൻ. അതിന്റെ ഔട്ട്കം ചിലപ്പം നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ ഐ എം ഗോയിങ് ടു ട്രൈ മൈ ബെസ്റ്റ്, ദാറ്റ് ഐ എം ഗോയിങ് ടു ടേക്ക് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇറ്റ്. അത് ക്യാൻ ഡു മൈൻഡ് സെറ്റ്. ആർക്കും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തുവാ, you're an individual, you're an adult. All of you are adults here. And with that growth mindset, you have to believe in yourself. Yes, പാട്ട് പാടാൻ ആൾക്കാർ കൊണ്ടവർക്ക് ചിലപ്പോൾ ട്രൈ ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ട് പാടി വോയിസ് ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെയുള്ള ജീവിതത്തിൽ വരയ്ക്കാൻ അറിയാവുന്നവരെല്ലാരും ആദ്യം തന്നെ MF ഹുസൈൻ പോലെ പെയിന്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. They believe in hard work, small steps. But you have to, where do you want to see yourself? Do you want to go into academics? Do you want to go into industry? Do you want to go yourself to your own business? നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും at the end എവിടെ കൊണ്ടാണ് നിങ്ങൾ എത്തിക്കാൻ പോകുന്നത്? ആ can do mindset and believing in achieving is only thing is you have to work for it. അല്ലാതെ മറ്റുള്ളവർക്ക് പറ്റത്തില്ല, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും കേട്ടോണ്ടിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. Strengthening outcome expectancies. ഒരു ഔട്ട്കം എന്ന് വരാൻ വേണ്ടി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല എക്സ്പെക്ടേഷൻസും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും അവിടെ കൊണ്ടുവരണം. ഗ്യാരണ്ടിങ് സക്സസസ് ത്രൂ സ്മോൾ വിൻസ്. എന്തൊരു അർത്ഥമായിട്ടുണ്ടൊരു സെന്റൻസ് ആയത്. നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേരിടണം. we want to achieve this whole world in a small time frame. But ഇന്ന് നമ്മുടെ വിൻസ് എന്തൊക്കെയായിരുന്നു? What are the small wins you did today? Did you make someone smile? Did you make someone happy? Were you able to be there for someone else who was in trouble today? ആർക്കെങ്കിലും ഒരു വിഷമം എന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയോ? നിങ്ങളുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയോ?
നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയോ? നിങ്ങളുടെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ഒരു 20 minutes നല്ലൊരു ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയോ? നിങ്ങളുടെ ബ്രദർ സിസ്റ്റേഴ്സ് ഫാമിലി കസിൻസിൻ്റെ കൂടെ ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ. ക്വാണ്ടിറ്റി അല്ല, നോബഡി നീഡ്സ് ക്വാണ്ടിറ്റി ദീസ് ഡേയ്സ്, only quality. What was your quality of life and wins today? ഇന്നത്തെ ദിവസം think about it. വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേരിടാം if we are giving gratitude and appreciate the small wins in our life. ആ സ്മോൾ തിങ്സിലുള്ള കാര്യമായിരിക്കുന്നത്. വലിയ ആ സ്മോൾ തിങ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ് ആയാലും നിങ്ങളുടെയൊക്കെ അച്ചീവ്മെന്റ്സ് ഹൈ എൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലേറ്റർ ഓൺ വരാൻ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ മുന്നിൽ കൂടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ അത് ഫ്യൂച്ചറിൽ അത് എഫക്ട് ചെയ്യും. സോ തിങ്ക് അബൌട്ട് ഓൾ ദ സ്മോൾ സക്സസസ് ദാറ്റ് യു ഹാവ് ടുഡേ. ഇന്ന് ടുഡേ what did you win? Learning from role models. എപ്പോഴും എത്രയൊക്കെ യങ് ആയാലും എത്രയൊക്കെ പ്രായമായാലും you all need to have some mentors in your life. കാരണം പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് ഒരു ഡിഗ്രി എടുക്കാൻ പറയും, നമ്മൾ പോയി എടുക്കും. അതായത് എത്ര പേര് പിന്നെ ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലരും പിന്നെ ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എടുക്കും. പക്ഷെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, നമുക്കൊരു മെന്റേഴ്സ് വേണം. അതായത് നമ്മളെ ഗൈഡ് ചെയ്യാൻ. അതിപ്പോ ഏത് പ്രായമായിട്ട്, ഈ 50 ആട്ടെ 60 ആട്ടെ, നമ്മുടെ ഗോ ത്രൂ ചെയ്യുന്ന സ്ട്രഗിൾസിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മെന്റർ. ഹൂ ഇസ് യുവർ മെന്റർ? ഡു യു ഹാവ് ദാറ്റ് മെന്റർ? മെന്റർ ക്യാൻ ബി എനിബഡി. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരാളാം, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരാളാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഒരാളാം. ഇറ്റ് ക്യാൻ ബി എനിബഡി, ബട്ട് യു നീഡ് ടു ഹാവ് എ മെന്റർ. നമ്മളെ നല്ല രീതിയിൽ ഒരു ഫോക്കസ്ഡ് രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു റോൾ മോഡൽ, ഒരു മെന്റർ, സംബഡി ഹൂം യു റെസ്പെക്ട്, സമ്മൺ ഹൂം യു ക്യാൻ കൺഫൈഡ് ഇൻ. അതായത് അത് പറഞ്ഞു നടന്ന് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞ ഒരു ഗോസിപ്പ് ഐറ്റം ആയിട്ട് പോകാന്നല്ലാതെ മെന്റർഷിപ്പ് ഇസ് എ ബിഗ് പാർട്ട് ഇൻ എ പേഴ്സൺസ് ഗ്രോത്ത്. നല്ല നല്ല മെന്റേഴ്സ് ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ ടീച്ചേഴ്സും ഫാക്കൽറ്റിയും സോ സ്ട്രോങ്. ഇന്നും ആ റിലേഷൻഷിപ്പ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്തുവാ, അവരുടെ ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ഇതെന്നൊക്കെ പറഞ്ഞാൽ they have nothing to lose. അവിടെ അവർക്ക് അവരുടെ സെൽഫിഷ് തോട്ട്സ് ഒന്നുമില്ല. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ മുന്നോട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് ഗൈഡ് ചെയ്ത് തരുന്നതേ ഉള്ളൂ. ബട്ട് യു നീഡ് റോൾ മോഡൽസ് ആൻഡ് മെന്റേഴ്സ് ഇൻ യുവർ ലൈഫ്. സോ വാട്ട് ഐ വാണ്ട് യു ഓൾ ടു ഡു ഇസ് check if you have any good mentors in your life today. If you do, well, you're good, you're on the right track. Illengi, think about the 3 people whom you can call anytime, whom you can trust, whom you trust, and whom you can go to anytime, and have those 3 people in your life always. So learn from role models and do have mentors. Being with people who energize you. That's a big thing. See, we are all wired in a certain way. നമ്മൾ ആരും ഇങ്ങനെ ഒരാൾ പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ആംഗ്രി ആയിട്ടുണ്ട് പേരന്റോ, ഒരു ആംഗ്രി ആയിട്ടുണ്ട് സ്റ്റുഡന്റോ, ഒരു ആംഗ്രി ആയിട്ടുണ്ട് ടീച്ചറോ, അവരങ്ങനെ ആണോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ വന്നു പോയ ചില കാര്യം കൊണ്ട് they are like that right now. But you have an option. Whom do you want to put yourself in your inner space? Inner space in that always try to have 2 to 3 people who motivates you and energize you. നമ്മുടെ ബാറ്ററി ഒക്കെ ഡള്ളായി പോകുമ്പം ഇടയ്ക്ക് ഒരു ഫോണോ ഫ്രണ്ടോ ഒരു ഹെൽപ്പ് ലൈൻ യൂസ് ചെയ്യുന്ന ആരായിരിക്കും. And develop learned optimism. Pessimistic thoughts avoid. ഈ ലോകത്ത് അത് വേണ്ട. Nobody needs it. നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രഗിൾസ് ഉണ്ടോ അത് കേൾക്കാന്, അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് അപ്പുറമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. You have to get out of that rut. You have to get out of that situation. അത് വേറെ ആർക്കും ആ ബിഹേവിയറും ആക്ഷനും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ഡെവലപ്പ് ലേൺഡ് ഓപ്റ്റിമിസം. ഒരു പെസിമിസ്റ്റിക് ക്ലോസ്ഡ് മൈൻഡിൽ നിന്ന് മാറിയിട്ട് ഹൗ ആർ യു ഗോയിങ് ടു ഗെറ്റ് അവേ? ഈ പരീക്ഷ പാസ് ചെയ്തേ പറ്റൂ, എനിക്കൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് പേപ്പർ ഗ്രേഡ് ചെയ്തേ പറ്റൂ. How do I do that? How do I make sure that my end action is more from an optimistic viewpoint? In stress management ne patti parayam. So stress management is some strategies that you use to reduce stress and improve coping skills.
Q&A ക്ക് എന്തെങ്കിലും questions ഉണ്ട്? Just call me. So ഞാൻ just ഒരു second Q&A നോക്കുവാണ്. I sleep a lot. I've started losing weight. I don't feel like doing anything, but keep thinking about some solution to support my family. But nothing works out. Moreover, assignments, seminars, internals, notification about semester classes, extra classes up to 5 hours a day is being a burden. Okay. If a man is not disinterested job, but he does what he likes to do to be happy daily, can he continue that disinterested for his entire life? These are all really good questions. And one more, someone asked me if they could contact me personally. Yes, of course. But our panel in the number on that they can do. So we are going to go through these detailed questions at the end of the presentation. So give me a few more minutes, and then we'll get to the Q&A. Okay. All right. So let's see how we can come out of that. All right. So maintain stress management. So what are we going to do? Maintain a life balance. What is life? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി if you are alive, if you are breathing today and you are walking today, mostly that's considered that you are an alive human being. But balanced life, ഒരു balanced life to വരുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ടി എന്തൊക്കെയാണ്? ന്യൂട്രീഷൻ വേണം. So what we eat should be balanced. Exercise, physical activity is important. പിന്നെന്തുവാ? Behavioral changes, നമ്മുടെ psychological mindsets, പിന്നെ മൈൻഡ്ഫുൾനെസ്, സ്പിരിച്വാലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്ത് ഇത് ഏതെങ്കിലും ഒരു ഇംബാലൻസ് വരികയോ ഇത് ഏതെങ്കിലും ഒരു ഡൊമൈനിൻ്റെ അകത്ത് ഒരു തരം ഒരു നെഗറ്റിവിറ്റി വന്നാലോ അതിൻ്റെ ഒരു ഡിസ്ട്രെസ് വന്നാലോ ഈ ബാലൻസും ഹോമിയോസ്റ്റാസിസും എല്ലാം പോകും. സോ ഹൗ ഡു യു മെയിൻറ്റെയിൻ എ ലൈഫ് ബാലൻസ്? You think about yourself. Innatha dosam, at least the minimum thing you should do is walk 15,000 steps a day. 15,000 steps ഒരു ദിവസം എടുത്തേ പറ്റും. നമ്മൾ മിക്കുണ്ടൊരു നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒരു തരം നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ്ലി 100 സ്റ്റെപ്സ് പോലും ഈ കാലത്ത് മനുഷ്യൻ എടുക്കുന്നില്ല. ഓവർ ടൈം നമ്മുടെ കാല് പോലും ഞാൻ കാണുമെന്ന് തന്നെ സംശയം. കാരണം വി ആർ സോ യൂസ് ടു ഡ്രൈവിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിളിലോ നിന്ന് ജീവിക്കുക, അല്ലെങ്കിൽ എവിടുത്തെ സെഡൻറ്ററി ആയിട്ട് മണിക്കൂറോളം ഒരിടത്ത് ഇരിക്കുക. ഹൗ മച്ച് ഓഫ് വാക്ക് ആർ യു ഗെറ്റിംഗ്? ഒരു സയൻസിൻ്റെ അകത്ത് ബിറ്റ്വീൻ 10,000 to 15,000 സ്റ്റെപ്സ് ഒരു ആവറേജ് ഒരു മനുഷ്യൻ നടന്നെങ്കിലേ അവരുടെ മസിൽസും ഹാർട്ടും ഒക്കെ ഒന്ന് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഓവർ ടൈം യു ആർ ജസ്റ്റ് കില്ലിങ് യുവർ സെൽഫ്. What are you eating? എത്ര ചായയും കാപ്പി ഇന്ന് കുടിച്ചു? പാലിട്ടതും പാലിടാത്തതും മധുരം ഇട്ടതും ഇടാത്തതും അതിൻ്റെ കൂടെ ഫുഡുകൾ ഹൈ ഫ്രൈഡ് സബ്സ്റ്റൻസ് അവിടെ എന്തോ കൊണ്ടുവരുവാ നീ. വാട്ട് ഇസ് ദ ബാലൻസ് ഇൻ ദാറ്റ്? ഡിഡ് യു ഡു യുവർ മെഡിറ്റേഷൻസ് ടുഡേ? At the beautiful prayer that എനിക്ക് ആ പാട്ട് മനസ്സിൽ നിന്നും പോകുന്നില്ല. മിസ് പാർവതി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഒരു നല്ല കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ നമ്മുടെ മുന്നിൽ മൊത്തം നെഗറ്റിവിറ്റിയും കേൾക്കുന്ന ന്യൂസുകളെല്ലാം തെറ്റുമായിരിക്കാം. പക്ഷെ നമുക്ക് എവിടുന്ന പോസിറ്റിവിറ്റി വരുന്നേ? How are you balancing that? Are you doing your mindfulness? And we'll go to mindfulness activities in a minute right now. So maintain your life balance. ഒരു ടോട്ടൽ ഒരു ഹോളിസ്റ്റിക് ലെവൽ അല്ല ജസ്റ്റ് കഴിക്കുക, തിന്നുക, ഒരിടത്തിരിക്കുക, പഠിക്കുക മാത്രമല്ല. അന്ന് അപ്പുറമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ബാലൻസ് ചെയ്താണോ നിങ്ങളുടെ ഇരിക്കുന്നത്? തിങ്ക് അബൌട്ട് ഇറ്റ്. അണ്ടർസ്റ്റാൻഡ് യുവർ ലിമിറ്റേഷൻസ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളും എത്രത്തോളം അത് പോകാൻ പറ്റുമെന്നും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ. യു ആർ ഓൾ അഡൾട്ട്സ്. 18 years അറ്റ്ലീസ്റ്റ് കഴിഞ്ഞവരായിരിക്കുമല്ലോ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, ആസ് എൻ അഡൾട്ട് യു വാണ്ട് ടു ബി ട്രീറ്റഡ് ആസ് എൻ അഡൾട്ട്, തിങ്ക് ആസ് എൻ അഡൾട്ട്. ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു അഡ്വൈസ് വരുമ്പം നിങ്ങൾ എന്തോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നേ? നിങ്ങളുടെ നെഗറ്റിവിറ്റിയും അതും ഇതും ആണോ? അവരെ സക്സസ് ആയിട്ട് ഒരിടത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലേ? സോ തിങ്ക് ലൈക്ക് ദാറ്റ് ഫോർ യുവർ സെൽഫ് ടു. Know what you are, who you are, what background you come from, know your circumstances, know what you can achieve, but what you cannot also. എല്ലാവർക്കും ഉണ്ട് strengths and weaknesses. എല്ലാവർക്കും, even the highly motivated and successful person has its own weaknesses. Or ഇപ്പത്തെ കാലത്ത് അത് വീക്ക്നെസ് എന്നല്ല പറയുന്നത്, ഏരിയാസ് ടു ഇംപ്രൂവ്. വേർ വിൽ യു ഇംപ്രൂവ്? ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പം ആദ്യം അവർ ചോദിക്കുന്ന എത്രത്തോളം ഡിഗ്രി മാർക്കൊന്നും അല്ല. Tell me an area which you want to improve on. Where would you improve on? Think about that.
Mindful individual activities. This is very important. Mindfulness എന്ന് പറഞ്ഞാൽ പലർക്കും തോന്നുന്ന യോഗ, മെഡിറ്റേഷൻ, ഒരു സൈലന്റ് റൂം, അതും മൈൻഡ്ഫുൾനെസ്സാ. പക്ഷെ അത് മാത്രമല്ല മൈൻഡ്ഫുൾനെസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഹൗ അറ്റൻറ്റീവ് യു ആർ ഇൻ വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ കട്ട് ചെയ്യുകയോ, നിങ്ങൾ ഗാർഡൻ ചെയ്യുകയോ, നിങ്ങൾ പിള്ളേരുമായിട്ട്, നിങ്ങളുടെ സിബ്ലിങ്സോ പിള്ളേരുമായിട്ട് ഇരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാ പോകുന്നത്? ആർ യു ഫോക്കസ്ഡ് അറ്റ് ദ മോമെന്റ്? തിങ്ക് അബൌട്ട് ദ മോമെന്റ്. ഹാവ് എ ഗുഡ് ടൈം ഫോർ ദിസ് മിനിറ്റ്. ഇന്നലെ കഴിഞ്ഞു, നാളത്തെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യുന്നത്? യു ആർ ലിസ്ണിംഗ് ടു മൈ ടോക്ക്. വാട്ട് ആർ യു ഗെറ്റിംഗ് ഫ്രം ഇറ്റ്? അതോ സൈഡിലിരുന്ന് വരച്ചോണ്ടിരിക്കുവാന്നോ, അതോ ബാക്ക്ഗ്രൗണ്ടിലോ ഒരു മൂവി കാണുന്നുണ്ടോ? വിച്ച് ഇസ് ഫൈൻ, വിച്ച് ഇസ് യുവർ ചോയ്സ്. യു ഹാവ് എ ചോയ്സ്. ദീസ് ആർ ബിഹേവിയേഴ്സ് ഫോർ യുവർ ചോയ്സ്. ബട്ട് ഹൗ മൈൻഡ്ഫുൾ ആർ യു ടു ഇംപ്രൂവ് യുവർ സെൽഫ്? There are so many mindful activities, children. So many. You can ഒരു നേരം പെയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗാർഡൻ ചെയ്യാം. ഒരു സീഡ്, നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഒരു പയറിന്റെ വിത്ത് എടുത്ത് കുഴിച്ചിട്ടാൽ പോലും ദാറ്റ്സ് എ മൈൻഡ്ഫുൾ ആക്ടിവിറ്റി. ആ ഒരു ഏറ്റവും പെട്ടെന്ന് വളരുന്ന ബീൻസും, ലോങ് ബീൻസും ഗാർഡൻ ബീൻസും, നമ്മുടെ പയറും വലിയ പയറും ഒക്കെ പെട്ടെന്ന് വളരുന്ന സാധനങ്ങളാണ്. നമുക്കൊരു വലിയ ഗാർഡനും റോസസും ബൊക്കേസും വലിയ ഗ്രാസും ഒന്നും വേണ്ട ഒരു ചെടിയെ വളർത്താനായിട്ട്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വി ആർ ഗിവൺ ദ റോങ് നോഷൻ ദാറ്റ് വി നീഡ് എ ലോട്ട് ടു ഡു സംതിങ്. യു ഡോണ്ട് നീഡ് എ ലോട്ട്. നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ മതി നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്തും നമ്മളെ തന്നെ ഹാപ്പി ആക്കാൻ. സോഷ്യൽ സപ്പോർട്ട്. നിങ്ങൾക്ക് വി എക്സ്പെക്ട് എ ലോട്ട് ഫ്രം അതേഴ്സ്. അല്ലാതെ നമ്മുടെ പേരൻസ് ഇങ്ങനെ ചെയ്യണം, നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യണം, നമ്മുടെ സിബ്ലിങ്സ് ഇങ്ങനെ ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് വേണ്ടി എന്തോ ചെയ്ത്, എല്ലാത്തിനോടും ഒരു ക്വസ്റ്റനിങ്, എല്ലാത്തിനോടും ഒരു തരം ഒപ്പീനിയൻസ്. ബട്ട് വാട്ട് ആർ യു ഡൂയിങ് ഫോർ യുവർ കമ്മ്യൂണിറ്റി? ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര പേരെ ഹെൽപ്പ് ചെയ്തു? തിങ്ക് അബൌട്ട് ഇറ്റ്. മറ്റുള്ളവരുടെ തന്നെ സപ്പോർട്ട് കിട്ടുന്നതിനും ആർ യു എ സപ്പോർട്ട് ഫോർ അതേഴ്സ്? ബി കാം, ബി ഇൻഫോംഡ്. വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. വരാനുണ്ടത് വരും. പക്ഷെ യു നീഡ് ടു ബി ഇൻഫോംഡ്. റൈറ്റ് ഇൻഫർമേഷൻ എപ്പോഴും കിട്ടാൻ നോക്കുക. ഒന്ന്, ചിലരുണ്ട് ഒരാളുടെ ഇൻഫർമേഷൻ കിട്ടും, വേറൊരാളുടെ ഇൻഫർമേഷൻ കിട്ടും, പിന്നെ വേറൊരാളുടെ ഇൻഫർമേഷൻ കിട്ടും, പിന്നെ ന്യൂസ് കാണും, പിന്നെ റേഡിയോ കാണും, പിന്നെ പത്രം കാണും, പിന്നെയും വേറൊരാളുടെ. ഇപ്പം ദേ ആർ ഗ്യാദറേഴ്സ്. ഗ്യാദറിങ് ആൾക്കാരുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ക്യൂരിയസ് ആയതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് ശരിയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അത് കൂടുതൽ കൺഫേം ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആവല്ലേ. വാട്ട് എവർ ഇൻഫർമേഷൻ യു ആർ ഗ്യാദറിങ്, മേക്ക് ഷുവർ ഇറ്റ് ഇസ് ദ റൈറ്റ് ഇൻഫർമേഷൻ. ദാറ്റ്സ് എ വെരി ഹാർഡ് തിങ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞു, യു ഡോണ്ട് നോ വാട്ട് അതേഴ്സ് ആർ ഗോയിങ് ത്രൂ, യു ഡോണ്ട് നോ വാട്ട് യു ആർ ഹിയറിംഗ് ഇസ് കറക്റ്റ്. So you need to be informed accurately and find a judgment. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, is there a reality or truth to it? Just because your best friend said it, or just because your good soul said it, that doesn't mean it's true. Be informed correctly. And don't be afraid to laugh at your mistakes. തെറ്റുകൾ പറ്റും. തെറ്റ് പറ്റാത്ത ആരുമില്ല. ഞാനൊക്കെ കാണിച്ച മണ്ടത്തരങ്ങൾ എന്നെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണു പൊത്തും. ഞങ്ങളൊക്കെ കോളേജിലും സ്കൂളിലും പഠിച്ചു വന്നവരാ. ടീച്ചേഴ്സ് അതുപോലെ. തെറ്റ് പറ്റാത്ത ആരുമില്ല. പക്ഷെ അതിൽ നിങ്ങളും പഠിച്ചത് എന്തുവാ, പാഠങ്ങൾ എന്തുവാ? ആൻഡ് ഇറ്റ്സ് ഓക്കെ. ഡോണ്ട് ബി അഫ്രെയ്ഡ് ടു ടെൽ ദാറ്റ് യു മേഡ് എ മിസ്റ്റേക്ക്. ഇൻസ്റ്റെഡ് യു ഹാവ് ടു, ഞാനത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു തെറ്റ് പറ്റിപ്പോയാ, സോ വാട്ട്? അതിൻ്റെ അത് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ റോങ് ചോയ്സസ് എടുത്തു കാണും. പക്ഷെ അതിൽ നിന്ന് ലൈഫ് കുറച്ചും കൂടെ മുന്നോട്ട് പോയെങ്കിൽ ചിലപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് യു ആർ മേക്കിംഗ് എൻ അറ്റംപ്റ്റ് ടു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. യു ആർ മേക്കിംഗ് എൻ അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ഇറ്റ്. യു ആർ മേക്കിംഗ് എൻ അറ്റംപ്റ്റ് ടു നോട്ട് ഡു ദ സെയിം തിങ് ദാറ്റ് യു ഡിഡ് യെസ്റ്റർഡേ. ഇന്നലെ നമുക്ക് ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇന്ന് അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്തു. ഡോണ്ട് ബി അഫ്രെയ്ഡ് ടു ടോക്ക് ആൻഡ് ഷെയർ ദ മിസ്റ്റേക്സ് ആയിട്ട്. മറ്റുള്ളവർ കളിയാക്കുക. നമ്മുടെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും നമ്മളെ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരെന്തോ പറയും, എന്നും ആൾക്കാരെന്തോ പറയും. ആൾക്കാർ പറയാനുണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കളിയാക്കേണ്ടവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. കമന്റ് പറയേണ്ടവർ കമന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറ്റം പറയേണ്ടവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ യു ആർ ദ ഇൻഡിവിജ്വൽ. നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുവാ കിട്ടുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ആ ദിവസം പോയതല്ലാതെ വേറെ ഒന്നും അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. സോ ഡോണ്ട് ബി അഫ്രെയ്ഡ്
to talk aloud your mistakes. ഒരു പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത മിസ്റ്റേക്ക് വേറൊരാൾ കേൾക്കുമ്പോൾ അവർക്ക് അതൊരു പാഠമായിട്ട് വരും. So don't worry, it will be okay. You learn from it, you move forward from it and realize your life purpose. അതായത് ഇന്നത്തെ ദിവസം what was your purpose? എന്തുവാ നിങ്ങളുടെ purpose today? Where do you see yourself going? ജീവിതം ഇങ്ങനെയൊക്കെ പോകും. Today you're lucky, you are so lucky. ഇതിലും വേഴ്സ്റ്റ് ആയിട്ട് സിറ്റുവേഷൻസ് പോയവർ ഒത്തിരിയും പേരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ജീവിതം, നിങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആണോ, നിങ്ങൾ ബ്ലൈൻഡ് ആണോ, നിങ്ങൾ ഡെഫ് ആണോ, നിങ്ങൾ മ്യൂട്ടഡ്, ഇതൊക്കെ ഉണ്ടവര്, ഇത്രയും ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ഉണ്ടവര് കൂടുതൽ ലൈഫിനെ അവര് ചാലഞ്ചിങ് ആയിട്ട് എടുക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്കില്ലല്ലോ. ഈ മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രെസ് തന്നെയാണ് പലതും. യു കീപ് തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്കിങ്. അതിനു വേണ്ടി തിങ്കിങ് മാത്രമേ ഉള്ളൂ. ഡൂയിങ്ങും നെക്സ്റ്റ് ആക്ഷൻ ബിഹേവിയേഴ്സ് ഒന്നും അതിനകത്തില്ല. ബട്ട് വാട്ട് ഈസ് യുവർ ലൈഫ് പർപ്പസ്? എവിടെ, വേർ ഡു യു വാണ്ട് ടു ബി? Realize that and move forward. And then time management. 24 മണിക്കൂറുണ്ട് ഒരു ദിവസം, 24 hours. അത് 8 മണിക്കൂർ ഉറക്കത്തിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നിങ്ങൾ എന്തുവാ ചെയ്യുന്നേ? യൂട്യൂബ്, മൂവീസ്, ഇതൊന്നും വേണ്ട എന്നല്ല, എല്ലാം വേണം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസും വേണം. So you cannot blame others for the time you lost. Time management is very important. ബാക്കി കിട്ടുന്ന സമയം നിങ്ങൾ എന്തോ ഒരു ദിവസം ചെയ്യുന്നേ? പ്ലാൻ യുവർ ഡേ. ആ പ്ലാൻ, ഒരു 10 കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ ചിലപ്പം എൻവയറമെന്റും സോഷ്യൽ ഇതും കൊണ്ടൊക്കെ 2 കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ യു ഡിഡ് ഇറ്റ്. സോ time manage yourself very well. ഇനിയും what we are going to do is, am I good on time? Can someone tell me if I'm good on time? Because I may need another 15 minutes more. Yes, ma'am. Okay. Please continue, ma'am. Okay. ഇനി നമ്മൾ മിണ്ടാതെ audience should participate. അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല. We are going to go for an experiential discussion. So I hope audience can unmute and talk in the next round. കാരണം ഞാൻ ഇവിടെ ഒരു 5 to 7 scenarios present ചെയ്യുക. ഇതിന്റെ solution I need to hear from you all. So let's start. Okay? Ready? First case ലോട്ട് പോവാം. മാഡം, കുട്ടികൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മുടെ സൂം ഇത് വെബിനാർ പ്ലാറ്റ്ഫോം ആണ്. പാനലിസ്റ്റുകൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ബാക്കിയുള്ള എല്ലാം Q&A ക്വസ്റ്റ്യൻസ് അവർ ഇട്ട് തരും. റീഡ് ഔട്ട് ചെയ്യാൻ ഷിജ മാഡം അത് റീഡ് ഔട്ട് ചെയ്യും. മാമിന് കേൾക്കാം. ഓക്കെ. സോ ഫാക്കൽറ്റിക്ക് പറയാൻ പറ്റുന്നവര് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഞാൻ പറയാം, പക്ഷെ ഞാൻ മിസ് ഔട്ട് ചെയ്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ട് സൊല്യൂഷൻസ് ഇതിനകത്ത് പറയാൻ പറ്റുന്നതെങ്കിൽ പ്ലീസ് ദോസ് ഹു ക്യാൻ സ്പീക്ക് to contribute, because this is not a one glove fit all. ഒരു ഡ്രസ് എല്ലാവർക്കും ഒരേപോലെ ഫിറ്റ് ചെയ്യണമെന്നില്ല. So we are going to do scenarios here. I'm going to present some scenarios here and we will discuss some solutions. പക്ഷെ അതിനകത്ത് വേറെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ do add. Okay? So first case, pre-pandemic, I used to enjoy the combined learning and academic help I received from my friends from college. But now at home, I miss getting that academic help from my friends. I feel lonely and not motivated to study. മിക്ക സ്റ്റുഡൻസും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ലോൺലിനെസ് ഈ സമയത്ത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കോളേജിൽ പോകാൻ പറ്റുന്നില്ല. College was some escapism. For some, it may be an escapism from home. True. But നിങ്ങൾ ഈ ഫ്രണ്ട്സിനെ കാണുന്നതിന് മുമ്പേ, ഈ ആൾക്കാരെയൊക്കെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? Why are you not motivated to study? Your duty is to study. നിങ്ങളുടെ എൻവയൺമെന്റ് ചിലപ്പോൾ അതിനകത്ത് ഹെൽപ്ഫുൾ ആയിട്ട് വരത്തില്ലായിരിക്കും, കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അത് ലിമിറ്റേഷൻസ്, പക്ഷെ യുവർ മോട്ടിവേഷൻ അതിനകത്ത് തരാതിരിക്കാനുള്ള കാര്യങ്ങളില്ല. യു ഹാവ് എ ഡ്യൂട്ടി ടു ഡു. എവറി സ്റ്റുഡന്റ് ഇൻ ദിസ് പാനൽ ഹാസ് എ ഡ്യൂട്ടി ടു ഡു. നിങ്ങൾ ഈ പഠിക്കുന്ന ഡിഗ്രി, നിങ്ങളുടെ എന്തോത്തിനാ ഡിഗ്രി എടുക്കുന്നത്? അല്ലെങ്കിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഡിഗ്രി ഒന്നും ഇല്ലാതെ ഹൈലി സക്സസ്ഫുൾ ബിസിനസ് മാൻ ആയിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ഹാപ്പൻ. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി പോവുക. പക്ഷെ നിങ്ങളൊരു അഡ്മിഷൻ വാങ്ങിച്ചു, വേറൊരു കുട്ടിയുടെ സീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയേക്കാം. നിങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടി, പഠിക്കാൻ വേണ്ടി വന്നു. Why are you not motivated to study? Bad thoughts എന്തോ അതിനകത്ത് വരുന്നത്. നിങ്ങളുടെ ഫോക്കസ്, പാൻഡമിക് വന്നു പോവും, വാക്സിൻസ് വന്നു പോവും, മനുഷ്യർ വന്നു പോവും, പക്ഷെ യുവർ ഡ്യൂട്ടി, നമ്മുടെ ധർമ്മം എന്തുവാ, അത് നിങ്ങൾ മറക്കല്ലേ. സോ യു മേ നോട്ട് ഗെറ്റ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് യുവർ ഫ്രണ്ട്സ്,
but you can do combined studies virtually. ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം എടുത്ത് പഠിക്കാൻ പറ്റുമല്ലോ ഇല്ലേ? നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സുമായിട്ട് ചിലപ്പം നിങ്ങൾക്ക് 1 മണിക്കൂർ കണ്ട് ചിലപ്പം ഫോണിന്റെ അകത്തോടെ ഇന്റർനെറ്റ് വഴി കൂടെ 5 minutes കാണാൻ പറ്റത്തുള്ളായിരിക്കും. ഡേറ്റ ഇഷ്യൂസ് ഒക്കെ കണ്ട് whatever it is, but still you are able to do it. The fact that you joined in today's webinar shows that you have the gadgets to do it. നിങ്ങളുടെ കയ്യിൽ ആ പ്ലാറ്റ്ഫോംസും ടൂൾസും ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെർച്വൽ മൊമെന്റ് സ്പെൻഡ് ചെയ്യാൻ. So because you are not able to come to college, because you're not able to see your friends, that should not be a reason why you're not motivated to study. There can be hundreds and all valid. ഒരിക്കലും അത് ചെറുതായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കത്തില്ല. വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പഠിച്ചേ പറ്റൂ. ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അതിനകത്ത് ഒരു എക്സ്ക്യൂസുകൾ തന്നാലും ഇറ്റ് ഇസ് ഫൈൻ, ബട്ട് you have to not forget what your duty is. Okay, so we are going to that case study 1. Any other options? Another vera vellen cheyan patcho? Any other suggestions undengil namakku please make a note. We'll discuss it towards the end. Positive item. Nammallam positive strategies I ivda parayan povunne. Case study 2. Mikka students in the avarude kayil high iPhone adondu. Avarude ee several apps undu. Avaru therunna assignments much better nalla reethiyil. So no matter how hard I try, I will not be able to keep up with other students. Due to these differences, I don't think I'm going to get a good grade. Because what? You didn't have an iPhone, 11, 12? Is that why? You don't need Samsung Galaxies and iPhones to succeed in academic virtual times. Your teachers are very understanding. They are there for you. Faculty is there for you. മനസ്സിലാക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് പോയി സംസാരിക്കുക, നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയി സംസാരിക്കുക. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ അവർ അറേഞ്ച് ചെയ്തേക്കുന്ന എന്തോ തന്നെ, ബിക്കോസ് ദേ വാണ്ട് യു ടു സക്സീഡ്. ഐഫോൺ 5ഉം 11ഉം ഉണ്ടവരും സാംസങ്ങും ഗാലക്സിയും സാധാരണ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ്സ് എല്ലാ രീതിയിലും കൺസിഡർ ചെയ്തിട്ടായിരിക്കും തരുന്നത്. അല്ലാതെ ഇന്ന കുട്ടിക്ക് വേണ്ടി ഒരു ആപ്സ് ബെറ്റർ ആക്കാൻ വേണ്ടി മറ്റവർക്ക് അത് ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഒരു സർട്ടൻ പോപ്പുലേഷനെ സക്സീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ആയിരിക്കത്തില്ല ഒരു അസൈൻമെന്റ് തരുന്നത്. So your faculty is there with you. So what if another person has more fancier phones than you, or a high-end internet services there? അതൊക്കെ അവിടെ കിടക്കും. ബേസിക് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് on time. Are you submitting your assignments on time? That is the big question. സമയത്തിന് സബ്മിറ്റ് ചെയ്യുക. അതിനകത്തുള്ള കണ്ടന്റും എലിമെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും മറ്റേ കൊച്ചിന് കിട്ടുന്ന മാർക്കും ഒക്കെ സെയിം. അത് നിങ്ങളുടെ തോന്നല. ടീച്ചേഴ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഡു റീഇവാലുവേറ്റ് യുവർ സെൽഫ്. ഐ ഡോണ്ട് ബിലീവ് ദർ ആർ ടീച്ചേഴ്സ് ഹു ഡു ദാറ്റ്. ബട്ട് ഇഫ് സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ദിസ് ഇസ് എ ടൈം ഫോർ യു ടു തിങ്ക്. ഹാസ് എനി സ്റ്റുഡന്റ് കം അപ് ടു മീ ആൻഡ് സെഡ് ദാറ്റ് they got a lesser grade because their presentation was not up to the mark? A content ശരിയാണെങ്കിൽ ടീച്ചേഴ്സ് മാർക്ക് കൊടുക്കും. So do not think that you are going to get a poor grade just because you do not have the app to do that. നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നോക്ക്. അവർ പറഞ്ഞ പാരാമീറ്റേഴ്സിലെല്ലാം ഒരു ഔട്ട്ലൈൻ തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തു, അത് മാത്രം നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സിലബസിൽ ഔട്ട്ലൈൻ ചെയ്ത് തന്നേക്കുന്ന 3 ടോപ്പിക് ഉണ്ടെങ്കിൽ ആ 3 കണ്ടന്റും ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് വാട്ട് അതേഴ്സ് ഹാവ്. ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ്. നമുക്ക് നമ്മുടെ എൻവയൺമെന്റ് അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തോ വി കനോട്ട് ബി ദം. അവരുടെ വീട്ടിൽ പോയി അത് എടുത്തോണ്ടൊന്നും വരാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അസൈൻമെന്റ്സ് ടീച്ചേഴ്സ് തരത്തുള്ളൂ. സോ റീസ്ട്രാറ്റജൈസ് യുവർ സെൽഫ്. ഇറ്റ് ഇസ് ഓക്കെ. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഫോണായിരിക്കും, നിങ്ങളുടെ ഹൈ എൻഡ് ഇന്റർനെറ്റ് ഇല്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് സമയത്തിന് കൊടുക്കാൻ പറ്റുന്ന ഡു ടോക്ക് ടു യുവർ ടീച്ചേഴ്സ് അബൌട്ട് ഇറ്റ്. ടെൽ ദം ഇന്നത്തെ ദിവസം ഈ റീസൺസ് കൊണ്ട്. പക്ഷെ ഫേക്ക് റീസൺസ് ആയിരിക്കില്ല, ജെന്യുവൻ ആണെങ്കിൽ they will understand. I'm sure they will understand and give you excuses or give you an alternative date. But do not compare yourself. Do not think that just because you do not have certain things that you're lesser than anybody else or you're going to receive lesser grades. Case study 3. Staring at the computer all day makes me tired and fatigued. My eyes hurt, headaches, and I feel irritated most of the time. ഇതെന്തുകൊണ്ട്?
because we are not wired to sit in a place and look at a screen all day. We are social human beings. നമ്മളെ ഒരു മെക്കാനിക്കൽ ആയിട്ട് ടെക്നോളജി മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാർ പറ്റത്തില്ല. നമ്മളെ അങ്ങനെയല്ല പ്രോഗ്രാം ചെയ്ത് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. സോ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബട്ട് വി ഹാവ് ടു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വെർച്വൽ ക്ലാസ്സസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുക, ഐസ് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ. ഓൺലൈനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരുപാട്, അല്ലെങ്കിൽ സ്കൂളിന്റെ ടെക്നോളജി സിസ്റ്റംസിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. There's so many things that you can adjust your eyes. ഒരു ബ്രേക്ക് എടുക്കുക. So for example, 13 minutes continuous staring at a screen ആണെങ്കിൽ you put an alarm ചെയ്ത് ഒരു 30 minutes കഴിയുമ്പോൾ take a break, walk around, ഒരു 10 മിനിറ്റ് നടന്നിട്ട് തിരിച്ചു പോവാ. So you can, instead of complaining and getting agitated with this, what is the alternative solution? മിക്കവർക്കും വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസ്, കണ്ണ് ഡ്രൈ ഐസ് ആൻഡ് ലൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹെഡ് ഏക്കും ഡ്രൈ ഐസ് ഒക്കെ പോകും. ബിക്കോസ് അവരുടെ സ്ക്രീൻ അറിയാൻ വയ്യാത്തോണ്ട് വരുന്ന കാര്യങ്ങൾ. യു ഹാവ് ഓപ്ഷൻസ് ഇൻ യുവർ കമ്പ്യൂട്ടർ ടു അഡ്ജസ്റ്റ് തിങ്സ് ടു മേക്ക് ഷുവർ ദാറ്റ്സ് എ ഗുഡ് ലൈറ്റിംഗ് or balanced lighting for your eyes. അറിയാൻ വയ്യെങ്കിൽ talk to your IT or like to your colleagues, they will help you out. But if you fix it, most of the headaches will go. ഇറിറ്റേഷൻ എന്തോ, ഏതെങ്കിലും ഒരു കാര്യം കുറേ നേരം ഒരേ ഫോക്കസിൽ കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ പ്രസന്റേഷൻസ് കഴിയുമ്പോൾ പിന്നെ എന്താ സ്ക്രീൻ ടൈംസ് വേറെ. പഠിത്തം കൊണ്ട് മാത്രം, ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ഇറിറ്റേറ്റഡ് ആയ ഒരാള് എനിക്ക് അറിഞ്ഞൂടെ. കാരണം ബിക്കോസ് ലൈക്ക് ആഫ്റ്റർ സ്റ്റഡീസ്, ആഫ്റ്റർ യുവർ 9 to 4 class, what do? You're still staring at the screen. You're still watching movies. You're still using the phone for other needs. Or you're using, so virtual classes on the headache vanangi, find an alternative solution on how you can adjust your technology so that it doesn't bother you. So find yourself fatigue and tiredness. ഒരുപാട് നേരം നിങ്ങളുടെ അക്കാഡമിക് ഒരു ദിവസം പ്ലാൻ ചെയ്തേക്കുന്നത് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇടയ്ക്ക് ഇഷ്ടംപോലെ ബ്രേക്സും തരും. സെമിനാർസ് higher ക്ലാസ്സസിലോട്ട് പോകുമ്പം the challenges of the assignments are severe. എഗ്രി, ഞാനും നാട്ടിൽ പഠിച്ചതാ, ഇറ്റ് ഇസ് വെരി സിവിയർ. പക്ഷെ ഞങ്ങളുടെ അന്നത്തെ ഇന്നത്തെ ഒരു ഡിഫറൻസ് ആണെങ്കിൽ അന്ന് ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പഠിച്ച്, അപ്പൊ ഈ ഒരു സ്ക്രീൻ പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. ക്ലാസ്സിൽ തന്നെ മിക്ക വർക്കും തീർന്ന് കമ്പൈൻഡ് ആയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ ലൈബ്രറിയിലൊക്കെ പോയി പഠിച്ചത്. സോ the challenges of the assignments, if not, I feel it's to a certain level teachers have reduced right now so that you all can compensate for a lot of things. Annu njangalku when we were studying, I'm not comparing generation gap ivada parayunnalla, but we didn't have the library undengilum, you know, we only had assigned times to the computer internet access. Baaki mikka undam books aayirunnu njangalku nokki edukante karyangal. But now it's reversed. You're adapting to a good level by using computers, where you in a split second you can get all the information. But how is it affecting your health? Are you spending too much time only for academics, or is there anything else? Think what is causing you tired and fatigueness, okay? And how you can correct yourself to balance things out so that your focus, for all students, focus should be on academics. ആദ്യം പഠിത്തത്തെ കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ പാഷൻ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുണ്ട്. ലേസി ടൈംസ് ഓഫ് റിലാക്സേഷൻ ഇസ് ഗുഡ്, ബട്ട് അഗെയിൻ ഇഫ് യു ആർ ഗോയിങ് ബാക്ക് ടു സ്ക്രീൻ ടൈം, അതിനകത്ത് ഒരു ബുക്ക് എടുത്ത് വായിക്കുന്നതും കമ്പ്യൂട്ടറിൽ ഒരു മൂവി കാണുന്നതും ബോത്ത് ഡിഫറെന്റ് തിങ്സ്. സോ തിങ്ക് ഹൗ യു ക്യാൻ ഗെറ്റ് അവേ ഫ്രം ദ കമ്പ്യൂട്ടർ. വീണ്ടും കമ്പ്യൂട്ടറും ഫോൺസിൻ്റെ അകത്ത് നോക്കിയിരിക്കുന്ന സ്ക്രീൻ ടൈം അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ദാറ്റ് യു വിൽ ഫീൽ മോർ ബാലൻസ്ഡ് ആൻഡ് യു ആർ നോട്ട് ഇറിറ്റേറ്റഡ് or because of the other ailments of your eyes hurting or your head aching. So think about that. എന്തായിരിക്കും നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്? സ്ക്രീൻ ടൈം ഇല്ലെങ്കിൽ, കറണ്ട് എല്ലാം പോയി, ഇന്റർനെറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? What are you going to do? What is your alternative solution? Think about that. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ. My parents pick on me all the time. I must share my learning devices with my siblings. മിക്കണ്ട വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണൊക്കെ കാണത്തുള്ളൂ. അത് ആ ലേണിംഗ് ഡിവൈസ് ഞാൻ എൻ്റെ സിബ്ലിങ്സുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ അത് കൂടാതെ അമ്മ പറയും, അവളെയും കൂടെ പഠിപ്പിക്കുക, നിന്റെ ഇളയതല്ലേ, അവളെന്താ, അല്ലെങ്കിൽ അവളെയും കൂടെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ കാര്യം നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒരു ഫ്രീ ടൈം ഇല്ല. But know one thing, my children, your parents are also equally stressed. അവർക്ക് ഒരു ജോലിയുണ്ട്, അവർക്ക് അതല്ലാത്തൊരു ലൈഫുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യണം.
വീട്ടുജോലിക്ക് ചിലപ്പോൾ ആളെ കിട്ടാതായി വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും. യുവർ പാരന്റ്സ് ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് സ്ട്രെസ്. ഒരുപാട് സ്ട്രെസ് അവർക്കും ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. ഈ ഒരു വർഷം ഇങ്ങനെ പോയാൽ നെക്സ്റ്റ് ഇയർ അവരുടെ പിള്ളേർ എവിടെ ആയി പോവും. പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ഒരു പേരന്റ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ സഹായം തേടുമായിരുന്നോ? അല്ലെങ്കിൽ അവർക്ക് അന്ന് സമയം ഉണ്ടായിരുന്നെങ്കിൽ തേടുമായിരുന്നോ? They will not have asked you for your help. So your responsibility as an older sibling may be, yes, it's part of your duty to take care of your younger ones or to make adjustments for them. At the same time, they are asking you for your help. ഒരു ലേസി പേരന്റും വെറുതെ സോഫയിൽ കുത്തി ഇരുന്നിട്ട് പിള്ളേരെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പറയുന്ന വീടുകൾ ഉണ്ടായിരിക്കും. I don't know, but majority is not like that. Your parents are trying to struggle and maintain their own balance. ഒരു ഹസ്ബൻഡും വൈഫും ഒരു വീട്ടിൽ അവരുടെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. How they can finish that day without killing each other. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരു ദിവസം എങ്ങനെ തീർക്കാം, ഒരു ക്വാളിറ്റി ഡേ തീർക്കാന്ന്. So what is wrong in them seeking out to their children for help? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. Okay, complaints. See, the thing is that we are like more on a transactional. Namada time, what are we doing for our family these days? We think we are sacrificing a lot. ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്ന ആണോ, അത് ശരിക്കും അത് ചെയ്യുന്നുണ്ടോ? You only know the answer. But if you can provide a helping hand to your siblings ഞാൻ പറയുന്ന brothers, sisters, നിങ്ങളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങളുടെ പേരൻസിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ടൈം എന്തോ, വിത്ത് നോ ടൈം ഫോർ മീ, എന്തൊക്കെ ആയാലും യു വിൽ ഫൈൻഡ് അറ്റ്ലീസ്റ്റ് 1 hour ടു ഡു ഫോർ യുവർ തിങ്സ്. മിക്കവരുടെയും പ്രശ്നം എന്താ, എനിക്കെന്താ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ടൈം എനിക്ക് കിട്ടുന്നത്. ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. We have our duty. As a parent, we have our duty. As a sibling, we have our duties to do. We are doing our duty. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം again goes back to time manage. Are you managing your time well? If so, ഇന്ന ടൈം വരെ എൻ്റെ സിബ്ലിങ്ങിന് എനിക്ക് എന്തെങ്കിലും ഐപാഡോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കൊടുക്കണമെങ്കിൽ അത് മുമ്പേ അത് കഴിഞ്ഞിട്ടോ നിങ്ങളുടെ വർക്ക് പ്ലാൻ ചെയ്യുക. പേരൻസിന് അടുക്കളയിലോ വീട്ടുജോലിക്കൊക്കെ കിട്ടാൻ ഇപ്പൊ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് എന്തോ ഇപ്പൊ ഇത്രയും ഒരു പരാതിയായിട്ട് പറയാനായിട്ട്. So we got used to having so much time for ourselves. And the fact that now it's demanding that we have to do certain things, if you can do it. ചിലർക്ക് ജെന്വിൻ ആയിട്ടുള്ള റീസൺസ് ഒരുപാട് വർക്കാണ്, അവർക്ക് എല്ലാം കൊണ്ടും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ദിവസം, എഗ്രി. പക്ഷെ ഡു സ്മോൾ തിങ്സ്, 1-2 കാര്യങ്ങൾ ചെയ്യുക. പേരൻസ് എപ്പോഴും പിക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ദേ വിൽ കീപ് പിക്കിംഗ് ഓൺ യു. അവർക്ക് ലാഷ് ഔട്ട് ചെയ്യുന്ന, റിമെമ്പർ ദ ഡിഫൻസ് മെക്കാനിസം, അവർ ലാഷ് ഔട്ട് ചെയ്യുന്ന എന്തുവാ, അവർക്ക് വേറെ ആരുടെ അത് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളടുത്ത് വന്ന് പറയുന്നേ ഉള്ളൂ. സോ ടേക്ക് ഇറ്റ് ഓൾ ഇൻ എ പോസിറ്റീവ് സ്ട്രൈഡ്. Remember, you have a family. That's your family. How you make and break that family is your choice. So again, think how will you do things differently from what you did yesterday. Case study 5. My parents lost job during the pandemic. Currently, we are going through financial difficulties. Additionally, there are daily fights, shouts, screams between family members. I cannot tolerate this negativity anymore. എല്ലാ വീടുകളിലും ഇത് നടക്കുന്നെന്ന് പറയുന്നില്ല, but we cannot deny the fact that there are some homes that's going through this. Pandemic ടൈമിൽ പേരൻസ് ചിലപ്പം ബോത്ത് പേരൻസിന് ജോലി പോയവരുണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് റെസ്പോണ്ടിങ് ടു ദോസ് കൈൻഡ്സ് ഓഫ് തിങ്സ്, ചിലർ ഫാമിലി ഡീൽസ് ബെറ്റർ വിത്ത് ഇറ്റ്, ബിക്കോസ് ദേ ആർ ഓക്കെ, നമ്മൾ പോസിറ്റീവായിട്ട് ഇതെടുത്ത് മുന്നോട്ട് പോകും. പക്ഷെ ഒരു ആവറേജ് ഫാമിലിക്ക് താങ്ങാനേ ഏറെ പ്രശ്നങ്ങളായതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കും, ഒച്ചപ്പാട് വെക്കും, നാട്ടുകാർ ഇന്റർഫിയർ ചെയ്യും, അതിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോകും. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അത്. വി കനോട്ട് ചൂസ് അവർ പേരൻസ് ആൻഡ് ഫാമിലി. നമുക്കൊരു ചോയ്സ് ഇല്ല. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ, അതിൻ്റെ അകത്ത് നമ്മളായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഹൗ വി വിൽ നോട്ട്, ഇതൊരു വളരെ, എനിക്കൊരു സൊല്യൂഷൻ ആർക്കെങ്കിലും കൂടുതൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ വിൽ ഡിസ്കസ് ദിസ് മോർ. കാരണം ഇതൊരു ഇൻഡിവിജ്വൽ, ഒരു ഫാമിലി, യു നോ യുവർ ഫാമിലി. ഒരു ഫാമിലിയുടെ സിറ്റുവേഷനിൽ കയറി നമുക്ക് അധികം അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കാരണം അതിനകത്തുണ്ട് ആൾക്കാരുടെ ക്യാരക്ടേഴ്സും പേഴ്സണാലിറ്റീസും അത് ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാർക്കേ അറിയത്തുള്ളൂ. ബട്ട് ആ നെഗറ്റിവിറ്റി ഷുഡ് നോട്ട് ഗെറ്റ് യു. Use your mindful activities. Use your social support. Use your lifeline mentor role models. Talk to them.
തൽക്കാലം ഒരു ആശ്വാസം കിട്ടി and try to get away from those situations in a positive way. അത്ര മാത്രമേ എനിക്ക് അതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. Because again, we cannot, it's not a custom made tailored fitting strategy for everyone. There are a lot of complex portions in this specific case study. So hopefully we can get to some more at the end of the talk. Case study 6, there exists a lot of disinformation and misinformation within the news and social media platform. How can I make an informed judgment? Disinformation എന്തുവാ? Disinformation എന്ന് പറയുന്നത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ അബദ്ധത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പാടാത്ത ചുമ്മാ ഗുണ്ടടിച്ച കാര്യങ്ങൾ പറയും. That is like, okay, I'm not well prepared for it, so I'm giving you the wrong information. പക്ഷെ ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മനഃപൂർവ്വം തെറ്റായിട്ടുണ്ട് ഇൻഫർമേഷൻ. ഇത് രണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം വൈറൽ വീഡിയോസ് ഉണ്ടാക്കാനും മില്യൺസ് വ്യൂസ് കിട്ടാനും ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗ ക്യാൻ യു മേക്ക് എൻ ഇൻഫോം ജഡ്ജ്മെന്റ്? യു നീഡ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. കാണുന്നേം കേൾക്കുന്നേം എല്ലാം ശരിയാണോ എന്നില്ല. ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരു കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ കേൾക്കുക. ബി എ ഗുഡ് ലിസണർ ഓർ ബി എ ഗുഡ് ഒബ്സർവർ ടു തിങ്സ്. And then you, at the end of the day, make a good judgment. Does it make sense? Should I be worried about it? Is it true? Is the source true? So, urvada think eva aa karyangal, how you can make an informed judgment in this totally messed up social media platforms. Alla platforms angananennalla parayunnu. You have to look at the source. You are going to get a lot of information. ഒരുപാട് information ഉണ്ട്. ന്യൂസ് തുറന്നാൽ അവരുടെ റേറ്റിംഗ് സാറ്റലൈറ്റ് ചാനൽസ് കൂട്ടാനായിട്ടും റേറ്റിംഗ്സ് കൂട്ടാനായിട്ടും അവരുടെ ഇൻഫർമേഷൻ തരും. അത് ചിലത് ശരിയായിരിക്കാം, ചിലത് തെറ്റായിരിക്കാം, ചിലപ്പോൾ മനഃപൂർവ്വം തെറ്റിപ്പിക്കാനായിട്ട് പറയുന്നതായിരിക്കാം. അത് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള സെൻസിൽ മനസ്സിലാക്കാൻ നോക്കുക. And this is a last but very important case study. A younger sibling or friend mentions to you that he or she, whenever is online, some random chat messages appear. What do you do? Online platformil ഏറ്റവും കൂടുതൽ കിട്ടുന്ന സൈബർ അറ്റാക്സ്, ഹാക്കേഴ്സ് വരും, predators വരും, manipulators വരും. ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, are you aware of the cyber security that you need to be aware of? നിങ്ങളുടെ സിബ്ലിങ്സും കൊച്ചു പിള്ളേരും എല്ലാം ഓൺലൈനിലുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഹാക്ക് ചെയ്ത് വല്ലവരും കയറുവാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയുവാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? വാട്ട് ആർ യു ഗോയിങ് ടു ഡു അബൌട്ട് ദിസ്? നമ്മൾ എത്ര സെക്യൂർഡ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്താൽ പോലും തിങ്സ് ക്യാൻ ഹാപ്പൻ. ബി മൈൻഡ്ഫുൾ. ക്യാമറ വേണ്ടിയ സമയത്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് അത് കവർ ചെയ്യുക. You gotta think smart. ഇപ്പോഴത്തെ കാലത്ത് don't expect everybody to tell you how to live. Think smart. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്തേ പറ്റൂ. ഒരുപാട് സൈബർ അറ്റാക്സും ഒരുപാട് ഓൺലൈൻ പ്രെഡേറ്റേഴ്സും ഉണ്ട് സമയ. ഇഫ് യു സെൻസ് സംതിങ് ഇസ് നോട്ട് റൈറ്റ്, talk to somebody immediately, especially if you have younger children at home. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോംസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ educate them so that you are in a more safer mode. Okay? All right. ഇനിയും പറയുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ സ്റ്റുഡൻസ്. നമ്മൾ കുറേ കേട്ടു, നമ്മൾ കുറേ കേസസ് കേട്ടു, കുറേ സ്ട്രാറ്റജീസ് കേട്ടു. സോ ഇതെല്ലാം കൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നത്? ഫോർ സ്റ്റുഡൻസ്, ബി വില്ലിംഗ് ടു ചേഞ്ച്. ഒരു ഓപ്പൺ മൈൻഡായിട്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എവിടെ ഇമ്പ്രൂവ്, നിങ്ങൾ കുറച്ച് നോട്ട്സ്, നിങ്ങളുടെ സ്ട്രെസ്സേഴ്സ് എവിടെ, നിങ്ങൾക്ക് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് എവിടെ, നിങ്ങൾക്ക് നാളെ എന്തുവായി തീരണം, അതിനു വേണ്ടി ഒരു ബിഹേവിയറൽ ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഇന്ന്. ഡോണ്ട് കീപ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. ഇന്ന്, after this talk, what are you going to do? Are you willing to change yourself a little bit for your own good? എത്ര ബെസ്റ്റ് ആയിട്ടുണ്ടവരെക്കോലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാൻ കാണും. സോ ബി വില്ലിംഗ് ടു ചേഞ്ച്. ബി റെസ്പോൺസിബിൾ. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ജീവിക്കുമ്പം ഡോണ്ട് ബി ഓൾവേസ് എ ടേക്കർ. ലേൺ ടു ഗിവ് ടു. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനും. ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ഷൻസ്. എത്ര എൻവയൺമെന്റ് നമ്മുടെ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നാലും at the end of the day, you are responsible for your behavior. So make sure you do a good behavior and make good decisions in the end. Get involved. ഒരു
bystander ആയിട്ട് നിൽക്കാതെ എല്ലാം ഒരു കാഴ്ചക്കാരനോട് get involved in your community, get involved in your family. പേരൻസിന്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, മണി മിസ്മാനേജ്മെന്റ് വന്നാൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് എന്താ ബെറ്റർ ആയിട്ട് നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ യങ്ങർ സിബ്ലിങ്സിന്റെ കാര്യങ്ങൾ ലൈഫിൽ അവരെ ഒരു ബെറ്റർ ട്രാക്ക് ആക്കാൻ നിങ്ങൾ നോക്കുക. So get involved in the community and the society that you're living in. Don't be a taker, don't be a bystander. Stand up for yourself and stand up for those whom you're involved with too. Always be honest, direct and positive. എളുപ്പ വഴിക്കും കുരുക്ക് വഴിക്കും കള്ളത്തരം ചെയ്യുന്നവരും അധികം നാളൊന്നും അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഓൾവേസ് നമ്മൾ ഒരു സ്ട്രേറ്റ് ഫേസ്, ഇതാണ് നമ്മുടെ കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഡയറക്റ്റ് നമ്മൾ ഡിപ്ലോമാറ്റിക്, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ റൂഡായിട്ട് സംസാരിക്കില്ല, നമ്മൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക, നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കിൽസ് ബിൽഡ് ചെയ്യുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഇന്റന്റ് അറ്റ് ദി എൻഡ് അത് ഓണസ്റ്റ് ആയിട്ടും നല്ലൊരു രീതിയിലാണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് അത് തിങ്ക് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കുക. സോ ഇംപ്രൂവ് ഓൺ ഏരിയാസ്, ബട്ട് ബി ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ് അറ്റ് ഓൾ ടൈംസ് and track your progress. You don't need to go a long way. Cherry steps can make a big difference. So track what you did, where you can have small wins that you're proud of. Okay? And students, faculty vendi, reassure students that they're safe and secure. അവർക്കു വേണ്ടി ആ ഫാക്കൽറ്റി നിൽക്കുന്നതും മാക്സിമം ഹാർഡ് വർക്കും അവർക്ക് വേണ്ടി ചെയ്യുന്നതിന് റീഅഷ്യൂർ ചെയ്യുക. എൻകറേജ് സ്റ്റുഡൻസ് ടു ടോക്ക് ഓപ്പൺലി, ബി എ പേഷ്യന്റ് ലിസണർ. നമ്മൾ അഡ്വൈസേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഒരു ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗുഡ് ലിസണർ ആയാൽ ചിലപ്പോൾ നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യം. ദേ ജസ്റ്റ് നീഡ് സംടൈംസ് സ്റ്റുഡൻസ് മേ നീഡ് ടു വെന്റ് ഔട്ട്. ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഒന്നും മതി. അതിനകത്ത് അവർക്ക് അഡ്വൈസും വേണ്ട, ഒരു നെക്സ്റ്റ് സ്റ്റെപ്സും വേണ്ട, ഒന്നും വേണ്ട. ആരുടെങ്കിലും ഒന്ന് അവർക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് ആരുടെങ്കിലും ഒന്ന് മിണ്ടാൻ വേണ്ടി ഒരു തന്നെ ഒരു ആശ്വാസമായിരിക്കും. സോ ഹൗ ടു ബി എ പേഷ്യന്റ് ലിസണർ. And of course, you're already doing this, increase telecounseling services and learn to balance family, work and social life, because you all are also having your own occupation മാത്രമല്ല, you have a family there. അതിനകത്ത് വർക്ക് വേണം, ഫാമിലി വേണം, ഒരു സോഷ്യൽ ലൈഫും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ദെൻ ഇതുപോലെ ടീം ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. And finally, so you will understand yourself, you take it to your family, take it to your friends, and then beyond. So pro-social act, what is pro-social behavior എന്ന് പറഞ്ഞാൽ it's voluntary. അതിനകത്ത് ഒരു മോണിറ്ററി മെഷേഴ്സ് ഒന്നുമില്ല. പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്. It's a voluntary action to help another member, to help another group individual for a welfare intention. Those are pro-social acts. കമ്മ്യൂണിറ്റി സർവീസിനും എൻഗേജ് ചെയ്തിട്ട് അതിനകത്ത് കുറെ തിരിച്ച് എനിക്ക് ഇത്രയും ഒരു ലോങ് ലിസ്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് കാര്യമില്ല. Give freely. Don't be a taker at all times. Give freely. Think what your moral purpose in the life that you have and how you can make a difference to your society. Think here. There's so many things you can get involved with. And that വലിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളും to make someone smile, to give a helping hand. അത് ഫ്രണ്ട്സിൻ്റെ ആവാം, നിങ്ങളുടെ ഫാമിലിക്കാവാം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക്. നിങ്ങളുടെ ആവശ്യം ഒരുപാടുണ്ട്. വി ആർ ഗോയിങ്, അത്രയ്ക്കും ഈ വേൾഡ് ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. You can make a difference, but you must be willing to give. And that or remuneration അല്ലെങ്കിൽ ഒരു bad intentions ഒന്നും നോക്കണ്ട. So look for pro-social behaviors. And finally, if you notice something, if there is a problem, think it is your responsibility to solve it. എല്ലാവരും സോൾവ് ചെയ്യുന്നില്ല. What are you going to do about it? What is the best action you can take? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ചിലപ്പം ഈ സമയത്ത് ഗോ ത്രൂ ചെയ്യുന്ന പലതരം സ്ട്രെസ്സുകൾ കാണാം. ചിലവര് വയലൻസ് വീട്ടിൽ ഗോ ത്രൂ ചെയ്യുന്നവർ കാണാം. ചിലവര് സർവൈവേഴ്സ് ആയിരിക്കും, വിക്ടിംസ്. ഒരു വിക്ടമായിട്ട് സർവൈവ് ചെയ്തവരാകും. അസോൾട്ട്സ് നടക്കും, അബ്യൂസ് നടക്കും. There's a lot of things going through people at this moment. But how can you step up and help them? What is your responsibility? There's a lot. Observe ചെയ്യുന്നേക്കാട്ടിലും നമ്മൾ ignorant ആയിട്ട് move forward ചെയ്യല്ലേ. Sometimes a friend, ഒരു വാക്ക്, one word may be enough to make a person live, but it's still your responsibility, and take a positive action. All right, so this is my contact.